فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرمين طه الرسول الذي قد خص بالكرم لواء رسول الله في الحسن خافق وهل تحته إلا النبيون والرسل فهو شفيع ولا شفيع غيره في موقف يتأخر الشفعاء ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, പോരായ്മ തോന്നുന്നു. കണക്ഷൻ കൊടുത്തില്ലേ? അതിന് കണക്ഷൻ കൊടുത്തിട്ടില്ലേ? ലോകം മുഴുക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന അല്ലാഹു ജല്ല ജലാലുഹു അവൻ പ്രത്യേകമായി അനുഗ്രഹം നൽകിയ അവൻ്റെ സൃഷ്ടികളിൽ ഉന്നത സൃഷ്ടിയായ മനുഷ്യവിഭാഗത്തിന് ആവശ്യമായ എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചു കൊടുക്കാനും സമാധാനപരമായ ജീവിതം സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കാനും ഈ ഭൂമിയിൽ മാത്രമല്ല മരണശേഷമുള്ള ജീവിതത്തിലും കൂടി മനുഷ്യന് സമാധാനം ലഭിക്കാൻ ആവശ്യമായ എല്ലാ വിഷയങ്ങൾക്കും നിമിത്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിൽ ലോകമെമ്പാടും സന്തോഷം പ്രകടിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ പാറക്കടവ് പ്രദേശത്തും പഴയ കാലം മുതലേ പ്രഗത്ഭരായ ആലിമീങ്ങളും സാലിഹീങ്ങളും ഔലിയാക്കളും ജീവിച്ചു വന്ന ഈ നാട്ടിൽ റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ വലിയ സന്തോഷവും ആ സന്തോഷത്തിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ മൗലിദ് പരിപാടികളും വീടുകളിലും പള്ളികളിലും ദീനീ സ്ഥാപനങ്ങളിലും അല്ലാത്ത സ്ഥാപനങ്ങളിലും ഭംഗിയായി നടന്നു വരാറുണ്ട്.
നമ്മുടെ സിറാജുൽ ഹുദയുടെ കീഴിൽ ഈ സ്ഥാപനം ആരംഭിച്ചത് മുതൽ അൽഹംദുലില്ലാ നമ്മൾ ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. 2 ദിവസത്തെ മദ്ഹുർ റസൂൽ പ്രഭാഷണം വർഷങ്ങളായി നാം നടത്തി വരാറുണ്ട്. അല്ലാഹു തആല നമ്മിൽ നിന്നും ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി ഇത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ, വിവരമുള്ളവർ എല്ലാവരും അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസത്തിലും ദിവസത്തിലും സമയത്തിലും എല്ലാം സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് പ്രചോദനം നൽകി ധാരാളം അവരുടെ കിതാബുകളിൽ എഴുതിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ഞാൻ ഒരു വാട്സപ്പിൽ ഒരു ക്ലിപ്പ് കാണുകയുണ്ടായി. ഉംറക്ക് കൊണ്ടുപോയ ഒരാൾ കൂടെയുള്ളവരോട് പറയുന്നു, ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഇവിടെയൊന്നും യാതൊരു അലങ്കാരവും ഇല്ല, യാതൊരു നബിദിന പരിപാടികളും ഇല്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അദ്ദേഹം കൂടെ കൊണ്ടുപോയ ആളുകളോട് ഉംറയുടെ പരിപാടികളിൽ ചെന്നെത്തിയ സ്ഥലത്ത് വെച്ച് ഉപദേശിക്കുന്നതായി സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇടയായി. വാസ്തവത്തിൽ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ഒരു മഹത്വം തന്നെ അന്ത്യനാളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞ ഒരു നേതാവ് എന്നതാണ്. പരിശുദ്ധ ഖുർആൻ നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നോക്കിയാലും നമുക്കത് ബോധ്യപ്പെടും. സുബ്ഹാനല്ലാഹ്, ബഹ്റൈനിൽ നിന്ന് ആ നാട്ടുകാരനായ ഒരാൾ ഇതേപോലെ 2 ദിവസം മുമ്പ് എനിക്കൊരു ക്ലിപ്പ് അയച്ചു തന്നു. അതിലുള്ളത് ഒരു പ്രത്യേക നിസ്കാര രൂപത്തിൽ ചെയ്യുന്ന ഒരു കോപ്പിരാട്ടിയാണ്. അതായത് സുജൂദ് ചെയ്യുന്നത് നെറ്റിവെക്കാതെ, നിലത്ത് നെറ്റിവെക്കാതെ കുറേ കുനിഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു സുജൂദ്. അതേപോലെയുള്ള കുറേ ഏർപ്പാടുകൾ നിസ്കാരത്തിൻ്റെ ചില ഭാഗങ്ങൾ അതിലുണ്ട്, ചില ഭാഗങ്ങൾ ഇല്ല. അത് ബഹ്റൈനിലുള്ള എനിക്ക് പരിചയമുള്ള ഒരു അറബി സുഹൃത്ത് ആ ക്ലിപ്പ് അയച്ചിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു, ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും ഇന്നേ വരെ ഇങ്ങനെ ഒരു നിസ്കാരം നമ്മളാരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല എന്ന് മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് ഒരു ഹദീസ് എഴുതി അയച്ചു കൊടുത്തു. ഇപ്പോഴും എൻ്റെ ഫോൺ നോക്കിയാൽ കാണാം. യകൂന ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൻ്റെ ലക്ഷണം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അന്ത്യനാളിൽ കുറേ കക്ഷികൾ ഉണ്ടാകും. കദ്ദാബൂന, അവർ ധാരാളം കളവ് പറയുന്നവരായിരിക്കും. ദജ്ജാലൂന, കബളിപ്പിക്കുന്നവരായിരിക്കും. യതൂനക്കും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാവുക്കും. നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും പുതിയ ആശയങ്ങളുമായിട്ടാണ് അവർ വരിക. ഇയ്യാക്കും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ലാ യുളില്ലൂനക്കും വലാ യഫ്തിനൂനക്കും, അവർ നിങ്ങളെ പിഴപ്പിക്കരുത്, നിങ്ങളുടെ ഈമാൻ കളയരുത്, നിങ്ങളെ ഫിത്നയാക്കരുത്. ഈ ഹദീസ് ഞാൻ അദ്ദേഹത്തിന് എഴുതി അയച്ചു കൊടുത്തു. കാരണം ഇങ്ങനെയൊരു നിസ്കാരം ഇന്ത്യ രാജ്യത്തെവിടെയും ഇന്ത്യയുടെ പുറത്തും നമ്മളിതുവരെയും കേട്ടിട്ടും കണ്ടിട്ടും ഇല്ല.
ഇതേ ഹദീസ് ഞാൻ വേറെ ഒരാൾക്ക് കാണിച്ചു കൊടുത്തു. കാരണം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹം എന്നെ പ്രത്യേകം കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ നിസ്കരിക്കുന്ന ആളുകളിൽ നിന്ന് പള്ളിയിൽ ഫീസ് വാങ്ങാറുണ്ടോ എന്ന് ചോദിച്ചു. പള്ളിയിൽ നിസ്കരിക്കുന്നവരോട് ഫീസ് വാങ്ങാറുണ്ടോ? ഞാൻ പറഞ്ഞു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ മാ സമീനാ ബിഹാദാ ഫിൽ അവ്വലീന വൽ ആഖിരീൻ. ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ഞാനൊരിക്കൽ ഓർപ്പിക്കുകയാണ്, ഇവിടെ സ്ഥാപനം തുടങ്ങിയിരുന്ന കാലത്ത് ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ അതിനെ സഹായിക്കാമെന്ന് പറഞ്ഞ ഒരാൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു, നിങ്ങളാ ബിൽഡിംഗ് നിർമ്മിക്കുന്ന സ്ഥലത്ത് വെള്ളം കയറിപ്പോകുമല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ വെള്ളം കയറിയാൽ പിന്നെ അടുത്ത ദുനിയാവ് എവിടെയും ബാക്കി ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഇങ്ങനെ ധാരാളം കളവുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കക്ഷികൾ ദീന് ഫസാദാക്കാൻ വേണ്ടി ലോകമെമ്പാടും ചുറ്റിക്കറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മഹാനായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മക്കയിലെ മുദരിസായിരുന്നു. മഹാനവറുകൾ വലിയ പ്രശസ്തമായ ഗ്രന്ഥങ്ങൾ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ തുഹ്ഫത്തുൽ മുഹ്താജ് അടക്കം രചിച്ചിട്ടുള്ള മഹാപണ്ഡിതനാണ്. ആ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണാം, മക്കയിൽ നടന്നിരുന്ന വിപുലമായ നബിദിന പരിപാടികൾ റബീഉൽ അവ്വൽ 12, ആ 12-ന്റെ അന്ന് രാത്രിയിൽ ഭരണാധികാരി അടക്കം പങ്കെടുത്തുകൊണ്ട് ആലിമീങ്ങളും ജനങ്ങളെല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള വളരെ ഗംഭീരമായ മൗലിദ് പരിപാടി മക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അങ്ങനെ പൂർവ്വകാല ഗ്രന്ഥങ്ങളിലെല്ലാം നല്ലവരായ ജനങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് മക്കയിലും മദീനയിലും ഗംഭീര മൗലിദ് പരിപാടികൾ നടന്നിരുന്നു എന്ന് എല്ലാ ഇമാമീങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ കിതാബുകളൊന്നും ഓതിപ്പടിക്കാത്ത സാധാരണക്കാരായ ആളുകളെ അവിടെയുള്ള ചില ഏരിയകൾ ചിലരുടെ കൈവശത്തിലായപ്പോൾ അവിടെയുള്ള ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ജാറത്തിൻ്റെ ഖുബ്ബ പൊളിച്ചു, ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൻ്റെ മേലെയുള്ള ഖുബ്ബ പൊളിച്ചു. അങ്ങനെ പലതും ചെയ്തു. കഅബ ശരീഫിൽ നിന്ന് കവർച്ച ചെയ്തു, റൗള ശരീഫിൽ നിന്ന് കവർച്ച ചെയ്തു. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായതിന് ശേഷം ചിലയിടങ്ങളിൽ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഇങ്ങനത്തെ പരിപാടികൾ ഇല്ലാത്ത ചില സ്ഥലങ്ങൾ അവിടങ്ങളിൽ ഉണ്ട്. എങ്കിലും മക്കയിലും മദീനയിലും ഇന്നും ഗംഭീരമായ മൗലിദ് പരിപാടികൾ പല സ്ഥലത്തും നടക്കുന്നുണ്ടെന്ന് അവിടെ താമസിക്കുന്ന, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം അറിയാം. പക്ഷേ അവരുദ്ദേശിച്ച സ്ഥലങ്ങളിൽ മാത്രം കൊണ്ടുപോയി ചില സ്ഥലങ്ങൾ കാണിച്ച്, ഇവിടെ ലൈറ്റ് വെച്ചിട്ടില്ലല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയില്ലല്ലോ എന്ന് കാണിച്ചുകൊണ്ട് സാധാരണക്കാരെ വഞ്ചിക്കുന്നതാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ആ ഒരു കാര്യം. ഞാൻ അതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്, മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇമാം നാജി റളിയല്ലാഹു അൻഹുവും അതിനു മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ഇബ്നു കസീറും ഇബ്നു ദഹിയയും അങ്ങനെ തുടങ്ങി എത്രയോ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും സന്തോഷം പ്രകടിപ്പിക്കുന്ന സമയത്ത് പാരായണം ചെയ്യാനുള്ള മൗലിദുകൾ രചിച്ചുകൊണ്ടും സമൂഹത്തിന് എത്രയോ സംഭാവനകൾ നൽകിയതായി കിതാബുമായി ബന്ധപ്പെടുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതിന് അവർ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളുമാണ് തെളിവുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് കൻസുർ റാഗിബീൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇമാം നാജി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജറ 900-ൽ വഫാത്തായി പോയ മഹാനാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഹിജറ 911-ലാണ് വഫാത്താകുന്നത്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു 909-ലാണ് ജനിക്കുന്നത്. എന്നാൽ 900-ൽ വഫാത്തായി പോയ
ഇമാം നാജി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അവിടുന്ന് രേഖപ്പെടുത്തിയത് കാണാം. മുസ്തഫൽ മുഖ്താർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിയുടെ അള്ളാഹു തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ നിങ്ങൾ പരിഗണിക്കുകയും ആദരിക്കുകയും നിങ്ങളത് ഉൾക്കൊള്ളുകയും വേണം. അല്ലദീ ലൗലാഹു മാ ഖലഖല്ലാഹു അബാകും ആദം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഉപ്പാപ്പ ആദം നബിയെ തന്നെ അള്ളാഹു പടക്കുകയില്ലായിരുന്നു. വലൽ ജന്നത വലന്നാർ, സ്വർഗവും നരകവും അല്ല പടക്കുകയില്ലായിരുന്നു. അത് മാത്രം പോരാ, നബി തങ്ങളുടെ മഹത്വം മനസ്സിലാക്കിയാൽ മാത്രം പോരാ. വതബറകൂ ബിവിലാദതിഹി, നബി തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ അനുഗ്രഹം തേടണം. വഫറഹൂ ബിഹാ, നബി തങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കണം. ഫമാ വല്ലത്തറഹു വലാ തവാലൽ ഫറഹു, ഒരിക്കലും തന്നെ പ്രയാസങ്ങൾ നീങ്ങിപ്പോയിട്ടില്ല, അതേപോലെ സന്തോഷം തുടരെയായി വന്നിട്ടുമില്ല. ഇല്ലാ ബിത്വൽഅതിഹി സഈദ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കാരണത്താലല്ലാതെ, അവിടുന്ന് ഈ ലോകത്തുദിച്ചു വന്നതിനാലല്ലാതെ, വലാ സുത്തും ഇല്ലാ ബിസിയാദതിഹി, നിങ്ങൾക്ക് എന്ത് നേതൃത്വം എവിടെ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കാരണമാണ്. വസ്മഉ ഖൗല റബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞ വാക്ക്, ഖുർആനിൽ പറഞ്ഞ വാക്ക്, ഫീമാ അൻസല അലൈഹി, നബി തങ്ങൾക്ക് ഇറക്കി കൊടുത്ത ഖുർആനിൽ റബ്ബ് തആല പറഞ്ഞ വാക്ക്, ഫീ കിതാബിഹി കുന്തും തസ്മഊൻ, നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നവരാണെങ്കിൽ അല്ലാഹുവിൻ്റെ വാക്ക് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അതെന്താണ്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഓ നബിയെ പറയൂ, ബിഫദ്ലില്ലാഹി, അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, വബിറഹ്മതിഹി, അല്ലാഹുവിൻ്റെ റഹ്മത്തായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട്, ഫബിദാലിക, അതുകൊണ്ട് തന്നെ, ഫൽയഫ്റഹു, അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ സംഘടിപ്പിക്കുന്ന ഏത് വിഷയങ്ങളെക്കാളും ഏത് പരിപാടികളെക്കാളും നബിതങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഖൈറാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയാണ്, വഖദ് തഹഖഖതും അന്നഹു ലം യഹ്സുൽ ലക്കും, നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ, നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, വലാലി ജമീൽ ഖൽഖിൽ ഖൈറു കുല്ലുഹു, ഒരു സൃഷ്ടിക്കും ഏത് ഖൈറും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ, ഇല്ലാ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയല്ലാതെ ആർക്കും ഇവിടെ ഒരു ഖൈറും കിട്ടിയിട്ടില്ല. ഫജസാഹുല്ലാഹു മാ ഹുവ അഹ്ലുഹു, അല്ലാഹു തആല അവിടുത്തേക്ക് നൽകിയ അർഹത എന്താണോ അതേ നിലക്ക് അല്ലാഹു അവിടുത്തേക്ക് പ്രതിഫലം നൽകട്ടെ. വലതാലമാ അസ്ഫഖ അലൈക്കും വഹതമ്മ ഫിദ്ദാറൈനി ബിക്കും, അവിടുന്ന് എപ്പോഴും നിങ്ങളോട് വലിയ അലിവ് കാണിച്ച വ്യക്തിയാണ്. വഹതമ്മ ഫിദ്ദാറൈനി ബിക്കും, ഈ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും നിങ്ങളെ പ്രശ്നം മുഖ്യമായി എടുത്ത് അതിൽ വളരെയേറെ ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി നിങ്ങളെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവരമുള്ള ഇമാമിയങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുബ്ഹാനല്ലാഹ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചും തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും ഖുർആനിലെ ആയത്തുദ്ധരിച്ചുകൊണ്ട് തെളിവ് പറയുകയും അതിന് പ്രചോദനം നൽകുകയുമാണ്. 2 ദിവസം മുമ്പ്, അല്ലെങ്കിൽ ഇന്നലെയൊന്നും എനിക്ക് ഓർമ്മയില്ല, എനിക്കൊരാൾ ഒരു ഖുതുബ അയച്ചു തന്നു. ആ ഖുതുബ ഇന്നത്തെ ദിവസം UAE പള്ളികളിൽ ഓതപ്പെടാൻ വേണ്ടി അവിടുത്തെ ഔഖാഫിലെ പണ്ഡിതന്മാർ പ്രസിദ്ധീകരിച്ച ഖുതുബയാണ്. ആ ഖുതുബയിൽ എന്താണ് പറയുന്നത്? തുടക്കം തന്നെ അൽഹംദുലില്ലാഹ് അല്ലദീ ബഅസ ഇലൈനാ നബിയഹു വ മുസ്തഫാ.
അള്ളാഹുവിനാണ് സർവസ്തുതിയും. എങ്ങനെയുള്ള അല്ലാഹു ബഅസ ഇലൈനാ നബിയഹു വമുസ്തഫാ, ആ അള്ളാഹുവിൻ്റെ നബിയെ, അള്ളാഹു തെരഞ്ഞെടുത്ത വ്യക്തിയെ നമ്മിലേക്ക് അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. വസറഹ സദ്റഹു വജ്തബാ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം അള്ളാഹു വിശാലമാക്കി തുറന്നിരിക്കുന്നു. വജ്തബാ, ആ നബിയെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന സയ്യിദനാ വനബിയ്യനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു വസല്ലമ വബാറക അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാഹ് എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം അതിൽ നമുക്ക് കാണാം പ്രത്യേകമായി ഉദ്ധരിക്കുന്ന ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വആമിനൂ ബിറസൂലിഹി യൂതികും കിഫലൈനി മിർ റഹ്മതിഹി വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി വയഗ്ഫിർ ലക്കും. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അല്ലാഹു പറയാണ്, വആമിനൂ ബിറസൂലിഹി, ആ അല്ലാഹു നിയോഗിച്ചയച്ച റസൂലിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തിൽ നിന്ന് വലിയ വിധത്തിൽ ചൊരിച്ചു തരാൻ പോകുന്നുണ്ട് എന്ന് മാത്രമല്ല, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ച് പിന്തുടർന്ന് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് നടക്കാൻ, ഏത് ഭാഗത്തേക്ക് നീങ്ങാനും ശരിയായ വെളിച്ചം അല്ലാഹു തആല നൽകുന്നുണ്ട്. വയഗ്ഫിർ ലക്കും, അല്ലാഹു നിങ്ങളെ പാപം പുറത്തു തരുന്നുണ്ട്. ഈ അർത്ഥം വരുന്ന ആയത്ത് ഉദ്ധരിച്ചതിന് ശേഷം ഖുതുബയിൽ, ഇന്നത്തെ ഖുതുബയിൽ, UAE പള്ളികളിൽ ഓതാൻ വേണ്ടി ഔഖാഫ് നൽകിയ ഖുതുബയിൽ പ്രത്യേകമായി പറയാണ്, അയ്യുഹൽ മുഅ്മിനൂൻ, ഓ മുഅ്മിനീങ്ങളെ, സൂറത്തുൻ അളീമ, ഒരു മഹത്തായ ഒരു സൂറത്ത്. ആയാതുഹാ 8, അതിൽ 8 ആയത്തുകളാണുള്ളത്. നസലത്ത് അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തുൽ മുകറമ, ആ സൂറത്ത് നബിതങ്ങൾ മക്കയിലുള്ള സമയത്താണ് ഇറങ്ങിയിട്ടുള്ളത്. ബഅദ 11 സൂറത്തൻ, 11 സൂറത്ത് ഇറങ്ങിയതിന് ശേഷം. ഹിയ മിനസ് സിത്തിൽ മുസ്തഅല്ലത്തി ബിൽ ഇസ്തിഫാം, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില ചോദ്യം ചോദിക്കുന്നത് പോലെ ആ വാചകങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള സൂറത്താണ്. ഇന്നഹാ സൂറത്തു ശറഹ്, അത് അലം നശ്റഹ് സൂറത്താണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ ഈ പാറക്കടവിൽ ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ ഒരുങ്ങിയപ്പോൾ വദ്ദുഹാ വല്ലൈലി സൂറത്തും അലം നശ്റഹ് സൂറത്തും ഇന്നാ അഅ്തൈനാകൽ കൗസർ സൂറത്തുമൊക്കെ ഓരോ വർഷത്തിൽ നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാനതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതിലാദ്യമായി തന്നെ പറയാണ്, ഇന്നഹാ സൂറത്തു ശറഹ് അല്ലത്തി കാനത്ത് തസ്ലിയതൻ ലിഖൽബി നബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുന്ന സൂറത്തു ശറഹ്, അലം നശ്റഹ് എന്ന സൂറത്താണ്. വബയാനൻ ലിമകാനതിഹി, അത് നബി തങ്ങളുടെ സ്ഥാനം വിവരിക്കുന്ന സൂറത്താണ്. വരിഫഅതൻ ലിശൈനിഹി, നബി തങ്ങളുടെ കാര്യത്തിന്റെ മഹത്വത്തെ, ഉയർച്ചയെ പറയുന്ന സൂറത്താണ്. ഫഖാതബഹു ബിഹാ റബ്ബുഹു തആല, ആ സൂറത്ത് അലം നശ്റഹ് ലക സദ്റക്, ഓ നബിയെ, തങ്ങളുടെ മനസ്സ്, തങ്ങളുടെ നെഞ്ച് നമ്മൾ തുറന്നു തന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല സംസാരിക്കുന്ന സൂറത്ത്. ഖിതാബ തവദ്ദുദിൻ വ ഇക്റാം, അതേ നബി തങ്ങളോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നു. വതലത്തുഫിൻ വംതിനാൻ, നബി തങ്ങൾക്ക് ചെയ്ത നിഅമത്തുകൾ എടുത്തു പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമാധാനം നൽകുന്നു. അങ്ങനെയാണ് അലം നശ്റഹ് ലക സദ്റക് എന്ന ആയത്ത് അല്ലാഹു തആല അതിൻ്റെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്നത്. അതിനുശേഷം ഖുത്ബയിൽ പറയാൻ, ബി അബീ ഹുവ വ ഉമ്മീ, അതേ എൻ്റെ ബാപ്പയെയും ഉമ്മയെയും സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ സമർപ്പിക്കും. ലഖദ് ശറഹല്ലാഹു തആല, അല്ലാഹു തആല തുറന്നിരിക്കുന്നു സദ്റഹു, നബി തങ്ങളുടെ മനസ്സ്, ഫമലഅഹു റഹ്മതൻ വ മഹബ്ബ, അങ്ങനെ നബി തങ്ങളുടെ മനസ്സ് പൂർണ്ണമായും കാരുണ്യം കൊണ്ടും സ്നേഹം കൊണ്ടും അല്ലാഹു നിറച്ചിരിക്കുന്നു. വലിയ അലിവും വലിയ മയവും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു നിറച്ചിരിക്കുന്നു. ഫകാന ഖൽബുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ സംഹൻ സലീമാ. നബി തങ്ങളുടെ മനസ്സ് വിശാലമായ മനസ്സാണ്. യാതൊരാളോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, കല്ലെറിഞ്ഞവരോടില്ല, കൊല്ലാൻ വന്നവരോടില്ല, ആക്രമിച്ചവരോടില്ല, വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പോകാൻ വേണ്ടി പ്രേരിപ്പിച്ചവരോടില്ല, അതേ കൊല്ലാൻ വേണ്ടി പല വിധത്തിലും ശ്രമിച്ച ഒരാളോടും വൈരാഗ്യവും വിദ്വേഷവുമില്ല. വഖുലുഖുഹു റാഖിയൻ കരീമാ. അവിടുത്തെ സ്വഭാവം എത്ര മാന്യമായ സ്വഭാവം. യുസാമിഹുൽ മുസീ, തെറ്റ് ചെയ്തവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നു. വയതജാവസു അനിൽ മുഖ്തി, അബദ്ധം പറ്റിയവർക്ക് മുഴുവനും അവിടുന്ന് വിട്ടുവീഴ്ച ചെയ്യുന്നു. വലാ യഹ്മിലു ലഈനതൻ വലാ ബുഗ്ളാ. ആ നബി തങ്ങൾ ഒരാളോടും വൈരാഗ്യമോ വെറുപ്പോ മനസ്സിൽ വെച്ച് നടക്കുന്നില്ല. ബൽ യഅഫു വയസ്ഫഹ്. ആ നബി തങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയാണ്, കഴിഞ്ഞതെല്ലാം മറക്കുകയാണ്, എല്ലാം വിട്ടൊഴിഞ്ഞ് കൈയൊഴിച്ചുകൊണ്ട് അവിടുന്ന് അതാ റബ്ബ് സുബ്ഹാനഹു വ തആല മനസ്സ് തുറന്നു കൊടുത്തതിനാൽ വിശാലമായ മനസ്സുമായി ജീവിക്കുകയാണ്. വഖാഹു റബ്ബുഹു സുബ്ഹാനഹു ശർറദ്ദുനൂബി വൽ ഔസാർ. ആ നബി തങ്ങൾക്ക് ഒരു പാപവും വന്നു ചേരാത്ത വിധം അല്ലാഹു തആല ആ നബിയെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഖാല സുബ്ഹാനഹു, അല്ലാഹു പറഞ്ഞില്ലേ, വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക. അയ്യുഹൽ മുഹിബ്ബൂന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളെ, ലഖദ് അഅലാ റബ്ബുനാ തബാറക തആല ദിക്റ നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ആലമീൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുക, അവിടുത്തെ മഹത്വം ഓർക്കുക, അവിടുത്തെ മഹത്വം പറയുക, അവിടുത്തെ മഹത്വപ്പെടുത്തുക. അത് അല്ലാഹു ഉന്നതമാക്കി വെച്ചിരിക്കുന്നു. വറഫഅ മഖാമഹു ഫീ ഇല്ലിയീൻ. നബി തങ്ങളുടെ സ്ഥാനം ഇല്ലിയീൻ എന്ന് പറയുന്ന പ്രത്യേകമായ സ്ഥലത്ത് അല്ലാഹു ഉയർത്തി വെച്ചിരിക്കുന്നു. ഖാല തആലാ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വറഫഅനാ ലക ദിക്റക. ഇത് പറഞ്ഞതിന് ശേഷം ഇന്നത്തെ ഖുതുബയിൽ യുഎഇയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് എടുത്തു പറഞ്ഞിട്ട് പറയാൻ, ഫഖുലൂബുൽ മുഅ്മിനീന ആമിറത്തും ബിഹുബ്ബി. ഈമാനുള്ളവരുടെ മനസ്സ് അത് നബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് എപ്പോഴും പരിചരിക്കപ്പെടുകയാണ്. എപ്പോഴും അതേ അവിടുത്തോടുള്ള സ്നേഹമാണ് ഈമാനുള്ളവരുടെ മനസ്സിൽ. വഅൽസിനതുഹും അത്തറതും ബിദിക്രി. ഈമാനുള്ളവരുടെ നാവ് അതേ നബി തങ്ങളുടെ മഹത്വം പറയുന്നത് കൊണ്ട് എപ്പോഴും പരിമളമുള്ളതാണ്. വസിഫാഹും ലാഹിജത്തും ബിസ്സലാത്തി വസ്സലാമി അലൈഹി. ഈമാനുള്ളവരുടെ തൊള്ളകൾ, ഈമാനുള്ളവരുടെ വായകൾ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്തും സലാമും കൊണ്ട് മൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫലൈസ ഖതീബുൻ യഖ്തുബ്. ഒരു പ്രസംഗിക്കുന്നവനും പ്രസംഗിക്കൂല, ഒരു ഖുത്ബ ഓതുന്നവനും ഖുത്ബ ഓതൂല. വലാ മുസല്ലി യതശഹദ്. ഒരു നിസ്കരിക്കുന്നവനും അത്തഹിയാത്ത് ഓതൂല. വലാ മുഅദ്ദിനു യുഅദ്ദിൻ. ഒരു ബാങ്ക് കൊടുക്കുന്നവനും ബാങ്ക് കൊടുക്കൂല. ഇല്ലാ യഖൂലു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോട് കൂടി അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാതെ ഒരു അത്തഹിയ്യാത്ത് ഓതൂല, ഒരു തശഹുദും ഉണ്ടാകൂല. ഒരു ബാങ്ക് കൊടുക്കുന്ന ആളും ബാങ്ക് വിളിക്കൂല, ഒരു നിസ്കരിക്കുന്നവനും നിസ്കരിക്കൂല. വമാ അസ്ദഖ ഖൗല ശാഇർ വദമ്മൽ ലിലാഹു സ്മൻ നബി മഅസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അശ്ഹദു. അതാണ് ഒരു കവി പാടിയത്. എത്ര സത്യമാണത്! അല്ലാഹു ജല്ല ജലാലു അവൻ്റെ നബിയുടെ പേരിനെ
അവൻ്റെ പേരിൻ്റെ കൂടെ കൂട്ടിപ്പറഞ്ഞിരിക്കുന്നു. ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദീനു അശ്ഹദു. അള്ളാഹു കൂട്ടിക്കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന വ്യക്തികൾ 5 നേരവും അശ്ഹദു പറഞ്ഞാൽ, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഉടനെ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നു. ഫദിക്റുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ. അതുകൊണ്ട് തന്നെ നബി തങ്ങളെ സംബന്ധിച്ചുള്ള മഹത്വം പറയൽ അത് ഖിയാമത്ത് നാൾ വരെ അവശേഷിക്കുന്നതാണ്. വകദാലിക സുംഅത്തു ത്വയ്യിബത്തു വദ്ദിക്റുൽ ഹസൻ. അവിടുത്തെ മഹത്വം നന്നായി പറയലും അവിടുത്തെ അഴകേറിയ നന്മകൾ പറഞ്ഞ് പരത്തലും പുകഴ്ത്തലും തബ്ഖാ ബിഫദ്ലില്ലാഹി അലാ മർജിസ്സമൻ. കാലകാലം ഖിയാമത്ത് നാൾ വരെ അതിവിടെ നിലനിൽക്കുന്നതാണ്. ചിലർ പറയും ഈ നബിദിന പരിപാടിയും മൗലിദും മദ്ഹ് പറയലൊക്കെ അത് ചില മുസ്ലിംമാർക്ക് കാര്യം കിട്ടാൻ വേണ്ടിയുള്ളതാണ്. UAE ഗവൺമെന്റിന് കാര്യം കിട്ടാൻ വേണ്ടിയാണോ? അവിടെയുള്ള ഔഖാഫിലുള്ള പണ്ഡിതന്മാർ ഈ മഹത്വം ഈ വെള്ളിയാഴ്ച, ഇന്നത്തെ വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ 12-നോടനുബന്ധിച്ചുള്ള വെള്ളിയാഴ്ച, ഇത് ഇത്രയും വിശദീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്തിനാണ്? അത് കഴിഞ്ഞതിന് ശേഷം ആ ഖുത്ബയിൽ പറയുന്ന ചില കാര്യങ്ങൾ. ഫൽ നഹ്രിസ് അലാ അൻ നുഹഖിഖഹാ ലി അൻഫുസിനാ. അതിനാൽ നമ്മളുടെ സ്വന്തം ശരീരത്തിൽ പകർത്തേണ്ട നബിതങ്ങളുടെ സ്വഭാവത്തെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സ്വന്തം ശരീരത്തിലും മനസ്സിലും നമ്മുടെ ജീവിതത്തിലും പകർത്തൽ ആവശ്യമുണ്ട്. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ, ഭാര്യമാരിൽ, സന്താനങ്ങളിൽ, അതുപോലെ കുടുംബത്തിൽ നമ്മൾ നബിതങ്ങളുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്തി അത് പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം, ആ രാജ്യത്തോടുള്ള സ്നേഹം, രാജ്യത്തിന് വേണ്ടിയുള്ള സേവനങ്ങൾ, സംഭാവനകൾ, രാജ്യത്ത് എന്നും സമാധാനം നിൽക്കണം, രാജ്യം നിലനിൽക്കണം, രാജ്യത്ത് വർഗീയത ഉണ്ടാകരുത്, രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാകരുത്, അക്രമങ്ങൾ ഉണ്ടാകരുത്. ഈ രാജ്യം ഒരു സമാധാനപരമായ രാജ്യമാകണം ഞങ്ങളുടെ ജന്മനാട്. ആ നിലക്ക് അവരവരുടെ ജന്മനാടിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കൂറും ഭക്തിയും പുലർത്തി നമ്മൾ ജീവിക്കണം. പോരാ, ബിൽത്തിസാമി കരീമിൽ അഖ്ലാഖി വൽ ഖിസാൽ, നബിതങ്ങളുടെ മഹത്തായ സ്വഭാവം നമ്മൾ ഏറ്റെടുക്കണം. വത്തഹല്ലി ബിഹമീദി സിയമി വൽ ഖിലാൽ ഇഖ്തിദാഅൻ ബിനബിയിനാ അലൈഹി സ്വലാത്തു വസ്സലാം. നബിതങ്ങളെ പിന്തുടർന്നുകൊണ്ട് നബിതങ്ങൾ ഏതൊരു സൽസ്വഭാവമാണോ ജീവിതത്തിൽ പകർത്തിയത്, ആ സ്വഭാവം പകർത്താൻ നാം തയ്യാറാകണം. ഇഖ്തിദാഅൻ ബിനബിയിനാ അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ ഖുത്ബയിൽ ദുആ ചെയ്യുകയാണ്, പറയാണ്, ഫല്ലാഹുമ്മ ഇന്നാ നശ്ഹദു അന്നക അൻതല്ലാഹ്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, അല്ലാഹ് നീ തന്നെയാണ് അല്ലാഹ്, ലോകം മുഴുക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന ഏകനായ ദൈവം, ഏകനായ പടച്ചവൻ നീ തന്നെയാണ്, നീയല്ലാതെ ആരാധനക്കർഹനില്ല. അന്ന സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞങ്ങളുടെ എല്ലാം നേതാവ് അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, ഞങ്ങളെപ്പോലൊരു വ്യക്തി അല്ല. ഫഅക്രിംനാ ബിശഫാഅതിഹി, അതുകൊണ്ട് നബി തങ്ങളുടെ റെക്കമെൻഡ് തന്ന് ഞങ്ങളെ നീ ആദരിക്കണേ അല്ലാഹ്. വംലൈ ഖുലൂബനാ ബിമഹബ്ബതിഹി, നബി തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നിറക്കണേ അല്ലാഹ്. വംനുൻ അലൈനാ ബിമുറാഫഖതിഹി, ആ നബി തങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുക്കെയുള്ള പണ്ഡിതന്മാർ അന്നും ഇന്നും എന്നും അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസമായ ഈ റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മിപ്പിക്കുകയും അവിടുത്തോടുള്ള സ്നേഹം ജനഹൃദയങ്ങളിൽ വർദ്ധിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പറയുകയും അവിടുന്ന് കൊണ്ടുവന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രസക്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അവിടുന്ന് ഓതിത്തന്ന പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു.
അത് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ കാര്യങ്ങളിൽ നിന്നെല്ലാം പുറംതിരിഞ്ഞു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഈ പരിപാടികളൊക്കെ എന്തോ ഒരു മോശമാണ്, ആ മോശമായ കാര്യം നല്ലതാണെന്ന് വിചാരിച്ച് കുറച്ച് ആളുകൾ കേരളത്തിൽ നടത്തുകയാണ് എന്ന് ഉംറക്ക് കൊണ്ടുപോയ ആളുകളോട് പോലും പറഞ്ഞ് ശുദ്ധമായ കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കളങ്കം ചാർത്തുന്ന ചുരുക്കം ചില ആളുകൾ പല സ്ഥലങ്ങളിലും പ്രവർത്തന രംഗത്തുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. നീട്ടി ആ വിഷയത്തിൽ കടന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല, എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു സ്വലാത്ത് ചൊല്ലണം. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇരുന്നോളൂ. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല സർവ്വജനങ്ങൾക്കും ആവശ്യമായ എല്ലാ വിഷയങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ലോകത്ത് പഠിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും, നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും പിന്നീട് നടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലത് ഖുർആൻ ഓതി തന്നെ കേൾപ്പിച്ചതുണ്ട്, വേറെ ചിലത് അവിടുത്തെ ഹദീസുകളിൽ കേൾപ്പിച്ചതുണ്ട്. അതെല്ലാം പിൽക്കാലത്തിങ്ങനെ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധത ഒന്നുകൂടി ദിനേന ബോധ്യപ്പെടുകയും ഈമാൻ വർദ്ധിക്കുകയുമാണ് ഈമാനുള്ളവർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ചെറിയ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാൻ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നു. ജുഹ്ഫ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു. ജുഹ്ഫ എന്ന് പറയുന്ന സ്ഥലം ബദറിൻ്റെ അടുത്താണ്. മദീനയുടെയും മക്കയുടെയും ഇടയിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ ജുഹ്ഫയിലെത്തുന്നു. എങ്ങനെയാണ് നിങ്ങൾക്കറിയാമല്ലോ. സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തലവെട്ടിക്കളയണം എന്ന് തീരുമാനിച്ച ചെറുപ്പക്കാർ വീട് വളഞ്ഞ സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ധൈര്യപൂർവ്വം അവരുടെ മുന്നിലേക്ക് ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം പല വിധത്തിലും അള്ളാഹു തആല നൽകി. ശത്രുക്കളുടെ കണ്ണിലൊന്നും പെട്ടുപോകാതെ 100 ഒട്ടകം സമ്മാനം കൊടുക്കും മുഹമ്മദിൻ്റെ തലയെടുത്തു കൊണ്ടുവരുന്നവർക്ക് എന്ന് അബൂജഹൽ പ്രഖ്യാപിച്ചിട്ട് പലരും വാളും ഊരിപ്പിടിച്ച് പലരും പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആർക്കും കണ്ടെത്താനോ ഒന്നും ചെയ്യാനോ കഴിഞ്ഞില്ല. സുറാഖത്ത് ബിനു മാലിക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോകുന്ന സമയത്ത് കണ്ടെത്തിയിരുന്നു. ആ സുറാഖത്ത് വാളും പിടിച്ച് വരുന്നത് കണ്ടപ്പോൾ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുറാഖത്ത് വരുന്നുണ്ട് നബിയെ എന്ന് പറഞ്ഞ് നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്തിരുന്നു, സഹായം തേടിയിരുന്നു. അള്ളാഹുവിൻ്റെ സഹായം ഈ ലോകത്ത് അള്ളാഹു നൽകുന്നത് അവൻ്റെ സൃഷ്ടികൾ മുഖേനയാണ് പലതും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ഒരുപാട് സഹായങ്ങൾ ലോകത്ത് പലർക്കും അവിടുത്തെ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്തും ഈ ഭൂമിയുടെ ഉപരിമണ്ഡലത്തിൽ നിന്ന് ഖബറിലേക്ക് പോയി അവിടെ ജീവിക്കുന്ന സമയത്തും ലഭ്യമായിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ഈ കിതാബ് മിസ്ബാഹുൽ അലാം ഫിൽ മുസ്തഗീസീന ബിഖൈറിൽ അനാം അലൈഹി സ്വലാത്തു വസ്സലാം ഫിൽ യഖ്ളതി വൽ മനാം. ഹിജ്റ 607 ജനിച്ച ഇമാം മറാക്കശി അബൂ അബ്ദുല്ലാഹിൽ മറാക്കശി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഒരു ഗ്രന്ഥമാണ്. നമ്മുടെ ഗഫൂർ അസ്ഹരി പോയോ? നിങ്ങളാ മറാക്കശി പോന്ന് പറഞ്ഞ? മറാക്കശിൽ സിയാറത്തിന് പോകുന്നുണ്ട്. അവിടെ വിഷമങ്ങളൊന്നുമില്ലാതെ പോയി വരാൻ, സന്തോഷത്തോടെ പോയി വരാൻ ദുആ ചെയ്യണം എന്ന്
അദ്ദേഹം ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. ആ മറാക്കശ് പ്രദേശത്തുകാരനായ അബൂ അബ്ദുല്ലാഹിൽ മറാക്കശി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കിതാബ് രചിച്ചു, മിസ്ബാഹുൽ അനാം. അതിൻ്റെ തുടക്കത്തിൽ മഹാനവറുകൾ ഈ കിതാബ് രചിക്കുന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഏകദേശം 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് രചിച്ചൊരു ഗ്രന്ഥമാണ്. ഇതിലെന്താണ് മഹാനവറുകൾ പറയുന്നത്? അള്ളാഹുവിനോട് സഹായം ചോദിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ചു കൊടുത്ത ധാരാളം സംഭവങ്ങൾ ഉണ്ടല്ലോ. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞ് സഹായം ചോദിച്ചപ്പോൾ അള്ളാഹു സഹായിച്ച സംഭവങ്ങൾ അനുഭവത്തിലും പലർക്കുമുണ്ട്. അൽഹംദുലില്ലാ. നമ്മൾക്കുണ്ടല്ലോ. ഇപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. കുറ്റ്യാടിയിൽ ഓല ഷെഡ് കെട്ടി സിറാജുൽ ഹുദ ആരംഭിച്ചപ്പോൾ ഇന്നത്തതുപോലെ സുബ്ഹാനല്ലാഹ് സിറാജുൽ ഹുദ വളർന്ന് പന്തലിച്ച കാലം അല്ല. മറിച്ച് സിറാജുൽ ഹുദക്ക് ഒന്നുമില്ല, ആകെ 19 സെന്റ് സ്ഥലം. അത് തന്നെ കടം വാങ്ങിയതാണ്. അന്ന് കടം തന്ന ചിലർ ഇപ്പോൾ ഈ സദസ്സിൽ ഇരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ പാറക്കടവ് പരിസരങ്ങളിൽ നിന്ന് കവുങ്ങും ഓലയുമൊക്കെ എടുത്തു വന്ന പലരും മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഖബറിൽ സന്തോഷം നൽകട്ടെ. ആ ഒരു കാലഘട്ടത്തിൽ ഓല ഷെഡിൽ ഉണ്ടായിരുന്ന കാലം, പള്ളിയില്ല, മദ്രസയില്ല, ബിൽഡിംഗ് ഇല്ല. ആ സമയത്ത് എല്ലാ വെള്ളിയാഴ്ചയും ജുമയ്ക്ക് ശേഷം പടച്ച റബ്ബിനോട്, പടച്ചവനെ ഞങ്ങൾക്കൊരു പള്ളി തരണേ, അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ തരണേ എന്ന് പറഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യുകയായിരുന്നു. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ ഏത് വിഷയം വരുമ്പോഴും അള്ളാഹുവിനോട് താണുകയാണ്, ദുആ ചെയ്യലാണ്. അവരുടെ സർവ്വ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് അവർ കാണുന്ന ഏറ്റവും വലിയ വിഷയം അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഇവിടെയും എഴുന്നേറ്റ് നിന്ന് സ്വാഗതം പറയുമ്പോഴും അതേ സംസാരിക്കുമ്പോഴും മുനീർ സഖാഫി പറഞ്ഞു, പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പടച്ചവനോട് ദുആ ചെയ്യുക എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ്. സുന്നത്തി ജമാഅത്തിന്റെ വിരോധികൾ അങ്ങനെയല്ല. അല്ലാഹുമ്മ എന്ന് പറഞ്ഞ് ദുആ തുടങ്ങുമ്പോൾ തന്നെ കൈവക്കാൻ അവർക്ക് മടിയാണ്. അവർ അള്ളാഹുവിനോട് ചോദിക്കാൻ കൈവക്കാൻ മടിയാണ്. നമ്മളൊക്കെ കൈ ഇങ്ങനെ ചുമലിൻ്റെ നേരെ പൊക്കിപ്പിടിക്കും. അങ്ങനെയാണ് പിടിക്കേണ്ടത്. ചിലർ, അറിവില്ലാത്ത ചിലർ മടിയിൽ ഇങ്ങനെ വെക്കുന്നവരുണ്ട്. അങ്ങനെ വെക്കരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദുആ ചെയ്യുമ്പോൾ ചുമലിൻ്റെ നേരെ കൈ ഉയർത്തിയാണ് ദുആ ചെയ്യേണ്ടത്. അത് തന്നെ നിവർത്തി പിടിക്കുകയാണ് വേണ്ടത്, അത് പൂട്ടിയിട്ടല്ല പിടിക്കേണ്ടത്. പലരും ചെറിയ കുട്ടികൾക്ക് ദുആ നടത്തുന്ന സമയത്ത് കൈവക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ കാണാറുണ്ട്. കുട്ടികൾക്ക് കുഞ്ഞുകാലത്ത് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇടത്തെ കൈയിൻ്റെ മേലെ വലത്തെ കൈ വെച്ച്, എന്നിട്ട് തള്ളവിരൽ മറ്റേ തള്ളവിരലിൻ്റെ മേലെ അറുത്തുകെട്ട് കൂട്ടുന്ന മാതിരി ഇങ്ങനെ വെച്ച്, എന്നിട്ട് അതിങ്ങനെ പിടിക്കാൻ വേണ്ടി ചിലർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാറുണ്ട്. അത് തിരുത്തപ്പെടേണ്ടതാണ്. അങ്ങനെയല്ല ദുആ ചെയ്യുമ്പോൾ കൈവെക്കേണ്ടത്, കൈ ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത്. അത് ഖുനൂത്തോതുമ്പോഴും മറ്റു ദുആ നടത്തുമ്പോഴും ഒക്കെ ചുമലിൻ്റെ നേരെ കൈ ഉയർത്തി താണുകേണ് പടച്ചറബിലോട് ചോദിച്ചു വാങ്ങലാണല്ലോ ദുആ. അതിന് കൈ ഉയർത്തണം. കൈ മടിയിൽ വെച്ചാൽ പോരാ. അതേപോലെ തന്നെ ഇങ്ങനെ നെഞ്ഞത്തേക്ക് കൂട്ടിവെക്കുകയുമല്ല വേണ്ടത്, ശരിക്കും ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ 2 കൈയും കൂട്ടി ഇങ്ങനെ പിടിക്കാം. അങ്ങനെ പിടിക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനെയും പിടിക്കാം, വെവ്വേറെയായും പിടിക്കാം. ഉനൂത്തോതുന്ന സമയത്ത് രണ്ടും കൂട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഉനൂത്തോതുന്ന വ്യക്തി ആ കയ്യിലേക്കാണ് നോക്കേണ്ടത്. സുജൂദിന്റെ സ്ഥലത്ത് നോക്കാൻ കഴിയൂലല്ലോ, മുന്നിൽ കയ്യല്ലേ, അപ്പൊ കയ്യിലേക്കാണ് നോക്കേണ്ടത്. വേർപിരിച്ച് ഇങ്ങനെയാണ് പിടിക്കുന്നതെങ്കിൽ സുജൂദിന്റെ സ്ഥലത്താണ് നോക്കേണ്ടത്. ഏതായിരുന്നാലും ശരി, അങ്ങനെ പടച്ച റബ്ബിനോട് താണുകേണ് ദുആ ചെയ്യാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട മുഅ്മിനീങ്ങൾ കൈ ഉയർത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ്, ഇങ്ങനെ ഹംദും സലാത്തും ചൊല്ലി അതവോടുകൂടെ പടച്ചവനോട് ചോദിക്കുമ്പോൾ സുന്നത്തി ജമാഅത്തിൽപ്പെടാത്ത കക്ഷികൾ പലരും അവര് സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവും. ചിലരതും വേണ്ട. ദുആക്കുത്തരം കിട്ടാൻ വലിയ കാരണമാണ് ഫാത്തിഹ സൂറത്ത് ഓതുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ്, ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. ഫാത്തിഹയിൽ നിന്ന് ഒരക്ഷരമെങ്കിലും ഓതിയിട്ട് ദുആ ചെയ്താൽ ഉത്തരം കിട്ടാതിരിക്കുകയില്ല. അതേപോലെ വമജ്തമഅ മലഉൻ ഫയദഉ ബഅദുഹും വയുഅമ്മിനു ബഅദുഹും ഇല്ലാ അജാബഹുമുല്ലാഹ്. ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി കൂട്ടുപ്രാർത്ഥന നടത്തി ഒരാൾ ദുആ ചെയ്ത് മറ്റുള്ളവർ ആമീൻ പറഞ്ഞാൽ അല്ലാഹു ഉത്തരം കൊടുക്കാതിരിക്കില്ല. അതേപോലെ തന്നെ ഇദാ ദഅഉതു ഫഅമ്മിനു, ഞാൻ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമീൻ ചൊല്ലണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിൽ
ദുആക്ക് ആമീൻ പറയാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രം അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദാഇ വൽ മുഅമ്മിനു ശരീകാനി ഫിൽ അജ്ർ, ദുആ നടത്തുന്ന വ്യക്തിയും ആമീൻ പറയുന്ന വ്യക്തിയും രണ്ടുപേരും പ്രതിഫലത്തിൽ പാർട്ട്ണർമാരാണ്, കൂറാണ്. രണ്ടാൾക്കും ഒരേപോലെ പ്രതിഫലം അല്ലാഹു കൊടുക്കും. ദുആ ചെയ്യുന്നത് ഏതൊരാളുടെ നാവ് കൊണ്ടാണോ അദ്ദേഹത്തിനും ആമീൻ പറയുന്നവർക്കും രണ്ടാൾക്കും ഷെയറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ ദുആ ചെയ്തിട്ട് എല്ലാവരും ആമീൻ പറയണം, അങ്ങനെ ഒരു ചിന്ത ഒരു പണ്ഡിതന്റെയും ഒരാളുടെയും മനസ്സിൽ വന്നു പോകരുത്. പഴയ ആലിമീങ്ങളൊക്കെ അവർ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അവർ വേഗം വേറൊരാളോട് തയ്യാറാക്കാൻ പറയും, അവർ മറ്റൊരാളോട് തയ്യാറാക്കാൻ പറയും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ ചേരുമ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉസ്താദ് അവർകൾ അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്കും എല്ലാ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഉസ്താദ് അവർകൾ എല്ലാവരും ദുആ ചെയ്യാൻ പറഞ്ഞാലും സയ്യിദന്മാരുണ്ടാകുമ്പോൾ സയ്യിദന്മാരോട് ദുആ ചെയ്യാൻ പറയും. അങ്ങനെ വിവരമുള്ളവർ വിനയമുള്ളവർ പലപ്പോഴും മറ്റൊരാളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാനാണ് ശ്രമിക്കുക. കാരണം അവർക്കറിയാം ദുആ ചെയ്യുന്ന ആളും ആമീൻ പറയുന്ന ആളും രണ്ടാളും കൂറാണ്. ചിലർക്ക് ഞാൻ തന്നെ അനുഭവിച്ചത് എനിക്കറിയാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചില നിക്കാഹിന് പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകും. അവിടെ ഒരാൾ നിക്കാഹ് ചെയ്യും, അതിന് നിശ്ചയിക്കപ്പെട്ട ആൾ നിക്കാഹ് ചെയ്യും, വേറെ ഒരാൾ ചിലപ്പോൾ ദുആ നടത്തും. അങ്ങനെ ദുആ നടത്തിയാൽ ചിലപ്പോൾ നമ്മളെ ചില ആളുകൾ പിന്നെ അവൻ ഉസ്താദെ നിങ്ങളെ കൊണ്ടവർ ദ്വാരപ്പിച്ചില്ലാലോ എന്ന് പറയും. അങ്ങനെ ഒരു ചിന്ത നമ്മളെ കൽബിൽ ഉണ്ടാകാൻ പാടില്ല. ദുആ ആര് നടത്തിയാലും അള്ളാഹു ഉത്തരം തന്നാലേ നമുക്ക് ഫലം കിട്ടുള്ളൂ. ആര് ദുആ നടത്തിയാൽ എന്താണ്, നമ്മളപ്പോൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഞാനാണ് ദുആ ചെയ്യേണ്ടത്, മറ്റുള്ളവർ ആമീൻ പറയേണ്ടവരാണ്. അങ്ങനെ ഒരു ചിന്തയെ നമ്മുടെ കൽബിൽ കടന്നു പോകാൻ പാടില്ല. അത് അഹങ്കാരത്തിന്റെ ചിന്തയാണ്. നമ്മുടെ ഒരു ദുആക്കും ഇജാബത്ത് കിട്ടാതെയായി പോകാനാണ് സാധ്യത. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മളെപ്പോഴും താഴ്മയോടുകൂടി ജീവിക്കണം എന്നതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. ദുആ, ആ ദുആ നടത്തുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ വിനയത്തോടെ ആമീൻ ആമീൻ എന്ന് പറയുന്നവരാണ് സുന്നികൾ. നബി തങ്ങൾ പഠിപ്പിച്ചതാണത്. പക്ഷേ അങ്ങനെ ദുആ ചെയ്യുമ്പോൾ ചിലർ ഇറങ്ങിപ്പോകും, വേറെ ചിലർ ഇറങ്ങിപ്പോവില്ല. അവിടെ ചുണ്ടിങ്ങനെ കടിച്ചു പിടിച്ച് ഞാൻ എന്തായാലും ആമീൻ പറയൂല എന്ന നിലക്ക് വാശിയോടുകൂടെ ഇരിക്കുന്ന ചിലരെ കാണാം. വേറെ ചിലര് ആളുകളുടെ ഞാൻ ആമീൻ പറയുന്നില്ല എന്ന് വേറുള്ളവർക്ക് തിരിയണ്ട എന്നുള്ള നിലക്ക് മടിയിൽ രണ്ട് കൈ ഇങ്ങനെ വെച്ച് തൽക്കാലം തടിയെടുക്കുന്നവരെയും കാണാം. ഇങ്ങനെ പല കക്ഷികളെയും നമ്മളെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. നമ്മളങ്ങനെയൊന്നും ആകാൻ പാടില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നത് മുഅ്മിനായ മനുഷ്യന്റെ ആയുധം ദുആയാണ്. ആ ദുആ താഴ്മയോടെ ലോകം മുഴുക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിക്കുന്ന പടച്ചവനോടുള്ള യാചനയാണത്. പടച്ചവനോടുള്ള യാചനയാണത്. ആ പടച്ചവൻ നമ്മുടെ മനസ്സ് നന്നായി അറിയുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്നത് എന്താണെന്നറിയുന്നുണ്ട്. വിഷയങ്ങളെക്കുറിച്ചെല്ലാം പടച്ചവനൊരറിവീടും ഇല്ലല്ലോ സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഖൽബ് അള്ളാഹു നോക്കുന്നുണ്ട്. ഞാനൊരു ദുആ ചെയ്യേണ്ടവനാണ്, മറ്റവൻ ആമീൻ പറയേണ്ടവനാണ്, ഞാനൊരു ദുആ ചെയ്യിപ്പിക്കേണ്ട ഒരു മഹത്വമുള്ള വ്യക്തിയാണ്. ഇങ്ങനത്തെ ചിന്തകൾ നമ്മുടെ ഖൽബിൽ വന്നാൽ പിന്നെ നമ്മൾ ഒരു ദുആക്കും ഇജാബത്ത് കിട്ടാത്ത വിധത്തിൽ നമ്മൾ അതപ്പതിച്ചു പോകും. അല്ലാഹു തആല നമുക്കെപ്പോഴും താഴ്മയുടെ മനസ്സ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അതിന് ധാരാളം ഉത്തരം കിട്ടിയ ധാരാളം സംഭവങ്ങളുണ്ട്. അത്തരം സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഇമാം ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു അൽ ഫർജ് ബഅദ സിദ്ദ എന്ന പേരിൽ ഒരു കിതാബ് രചിച്ചു. അതുപോലെ ഖുർത്തുബയിലെ ഖുറോഡായിലെ അതേ വലിയ പണ്ഡിതനായിരുന്ന ഇമാം അബുൽ വലീദ് യൂനുസ് ബിൻ അബ്ദുല്ലാ മഹാനവറുകൾ വേറൊരു ഗ്രന്ഥം രചിച്ചു. അങ്ങനെ അൽ മുസ്തഗീഥീന ബില്ലാഹ്. ഇങ്ങനെ പലരും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനെ സംബന്ധിച്ചും ദുആ ചെയ്തിട്ട് ഫലം കിട്ടുന്നതിനെ സംബന്ധിച്ചും ധാരാളം കിതാബുകൾ രചിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഇമാം അബു അബ്ദുല്ലാഹിൽ മറാക്കസി റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖസത്തു അൻ അദ്കുറ മാ വഖഅ ലീ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു എനിക്ക് സംഭവിച്ച ഒരു കാര്യം എന്താണ്, മിമ്മൻ ഇസ്തഗാസ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടിയിട്ട് വലാദ ബിഹി ഫീ സിദ്ദതിഹി,
പ്രശ്നമുള്ള സമയത്ത് നബിതങ്ങളോട് അഭയം തേടിയിട്ട് പടച്ചവനോട് നബിതങ്ങളെ ഇടയാളനാക്കി ചോദിച്ചിട്ട് അല്ലാഹു തആല പല കാര്യങ്ങളും നേടിക്കൊടുത്ത സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട്, എന്തുകൊണ്ടാണ് അല്ലാഹു തആല നബിതങ്ങളോട് ചോദിക്കുമ്പോൾ അല്ലാഹ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ആ നബിതങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അങ്ങനെ നബിതങ്ങളോട് ചോദിച്ചിട്ട് കിട്ടിയ ധാരാളം സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം അതിൽ നിന്ന് പലതും ഒരുമിച്ച് കൂട്ടി ഞാനൊരു ഗ്രന്ഥം രചിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു. ഫലം അറഫീമ അലിംതു മൻ ജമഅ ശൈഅൻ മിൻ ദാലിക, അങ്ങനെ ഒരു പ്രത്യേക കിതാബ് മുമ്പാരും രചിച്ചതായി ഞാൻ കാണാത്തതിനാൽ അങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. ഫസ്തഖർതുല്ലാഹ തആല, ഏത് കാര്യം ശരിയാകണമെങ്കിലും കിട്ടണമെങ്കിലും പടച്ചവൻ സഹായിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ഖൈറിനെ തേടുന്ന നിസ്കാരം നിർവഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, ഞാൻ അങ്ങനെ പടച്ചവനോട് പ്രാർത്ഥിച്ചു. وذكرت ما بقي لي من ذلك بعدما أقدم ما شاهدته مما نحوته خبرا لا خبرا عينا لا أثرا. അങ്ങനെ ഞാൻ റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ചിട്ട് സഹായം ലഭിച്ച കുറേ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം രചിക്കാൻ എനിക്ക് അല്ലാഹു തആല തോന്നിപ്പിച്ചു. ഞാൻ അങ്ങനെ ഒരു ഗ്രന്ഥം രചിക്കുകയാണ്. കൂട്ടത്തിൽ എൻ്റെ ഒരു അനുഭവവും ഞാൻ പറയട്ടെ. ഞാൻ ഹിജ്റ 639 ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടതായിരുന്നു. അങ്ങനെ പുറപ്പെട്ട് വഴിയിലെത്തിയപ്പോൾ ഞങ്ങളുടെ ഗൈഡ് മുന്നിലും ഞങ്ങൾ പിന്നിലുമായി കൂട്ടം കൂട്ടമായി ഇങ്ങനെ നടക്കുകയാണ്. ഇന്നത്തെ പോലെ പ്ലെയിനിൽ പോകുന്ന കാലമല്ലല്ലോ. അങ്ങനെ പോകുമ്പോൾ വെള്ളം കിട്ടേണ്ട ആവശ്യത്തിന് വേണ്ടി ഞങ്ങളുടെ ഗൈഡ് മുന്നിൽ കുറേ അങ്ങോട്ട് നടന്നു. അദ്ദേഹം വെള്ളവും അന്വേഷിച്ചു പോയി. അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ ബേക്കിലായി പോയി. ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുകയെന്ന നിലക്ക് പിന്നാലെ ഞങ്ങൾ നടന്നു. അങ്ങനെ ഞാനും കൂട്ടത്തിൽ നടന്നു കുറേ അങ്ങോട്ടെത്തിയപ്പോൾ മഗ്രിബായി പോയി. ഫദഖല അലയ്യൽ ലൈലു വഅദ്ലം, അങ്ങനെ ഇരുട്ടായി പോയി. വഖഫിയ അലയ്യൽ അസർ, നടന്നു പോകുന്ന ഒരു വഴിയുണ്ട് മരുഭൂമിയിലൂടെ കാട്ടിലൂടെയൊക്കെ, ആ വഴി മനസ്സിലാകാത്ത വിധത്തിൽ ഇരുട്ടായി പോയി. അങ്ങനെ ഞാൻ നടക്കുമ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി നടന്നു. ഞാൻ ക്ഷീണിച്ചവശനായി ദാഹിച്ചു പോയി. ഞാൻ ഏകദേശം നശിച്ചു പോകും മരിച്ചു പോകുമെന്ന നിലക്കെത്തി. എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എങ്ങോട്ടാണ് നടക്കുന്നതെന്ന്. ആരെയും കാണാനില്ല. എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, അതാ കുറച്ച് ആളുകളെ അങ്ങ് അവിടെ കാണുന്നുണ്ട് എന്ന് തോന്നി. ഫഖസത്തുഹു, ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഫവഖഅതു ഫീ അസ്ജാരിൻ, കുറേ മരക്കൂട്ടങ്ങളാണ്. ഞാൻ എത്തിപ്പെട്ടതൊരു കാട്ടിലാണ്. മരങ്ങളേ ഉള്ളൂ, മനുഷ്യന്മാരൊന്നും അവിടെ ഇല്ല. ഫഅലിംതു അന്നീ തിഹ്തു അനി ത്വരീഖ്, എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ വഴിതെറ്റിപ്പിഴച്ചു, ഞാൻ വിഷമിച്ചു പോയി. വസാദനിൽ അതശു, എനിക്ക് വല്ലാതെ ദാഹിച്ചു. ഇലാ അൻ അസ്റഫ്തു അലൽ ഹലാക്, ഞാൻ ഇപ്പം മരിക്കുമെന്നായി. വയസ്തു മിനൽ ഹയാ, ഇനി എനിക്ക് ജീവനില്ല എന്ന് ഞാൻ നിരാശനായി പോയി. ഫഖുൽതു, അപ്പോൾ ഞാൻ അങ്ങ് വിളിച്ചു, യാ മുഹമ്മദ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പേരുകൾ 2000-ലധികം പേരുകളുണ്ടല്ലോ, 1000-ലധികം പേരുകളുണ്ടല്ലോ. അതിൽ 250ഓളം പേരുകൾ മദീന പള്ളിയുടെ ചുമരിൽ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ പേരുകൾ പൂർവ്വകാലത്ത് നമ്മളിവിടെ ടൗണിൻ്റെ പരിസരത്ത് വഅ്ള് പറഞ്ഞിരുന്ന കാലത്ത് ഇതേ പരിപാടി തന്നെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ കുറേയേറെ പേരുകൾ അന്ന് വായിച്ചിരുന്നു. ഇരിക്കട്ടെ, ആ 1000-ലധികം പേരുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പേരാണല്ലോ മുഹമ്മദ് എന്ന പേര്. ഓ മുഅ്മിനീങ്ങളെ, മക്കൾക്ക് മുഹമ്മദ് എന്ന് പേര് വിളിക്കുക അതൊരു വലിയ ഭാഗ്യമാണ്. മുഹമ്മദ്, അതിൻ്റെ കൂടെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാതിരിക്കലാണ് നല്ലത്. ചിലരൊക്കെ മുഹമ്മദ് എന്ന് പേരിട്ട് അതിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടിച്ചേർക്കും. അങ്ങനെ കൂട്ടിച്ചേർത്താൽ പിന്നെ മുഹമ്മദ് എന്ന ആ മഹത്വമേറിയ പേര് നമ്മളെ വീട്ടിൽ വെച്ച് വിളിക്കുന്നത് കേൾക്കാൻ നമുക്ക് കഴിയൂല. കാരണം പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള പേരെ പിന്നെ വിളിക്കുള്ളൂ. അതുകൊണ്ട് കൂട്ടിച്ചേർക്കാതെ മുഹമ്മദ് എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഉത്തമം എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. കൂട്ടിച്ചേർത്താൽ ഹറാമോ കറാഹത്തോ ആണെന്ന് ഞാൻ ഈ പറഞ്ഞതിനർത്ഥം ഇല്ല.
ഇരിക്കട്ടെ. അങ്ങനെ മുഹമ്മദ് എന്ന ആ മഹത്വമേറിയ പേര് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാല് ധരിച്ചുപോയപ്പോൾ പോലും കൊച്ചിപ്പോയപ്പോൾ പോലും വിളിച്ച പേരാണല്ലോ യാ മുഹമ്മദ്. ആ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഞാൻ ആ കാട്ടിൽ വെച്ച് ഉറക്കെ അങ്ങ് വിളിച്ചു, യാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സാധാരണ നിലക്ക് റസൂലുള്ളാഹിനെ യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് നിയമം. ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ ഒരു സ്ഥലത്തും യാ മുഹമ്മദ് എന്ന് നബി തങ്ങളെ വിളിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല. അത് അല്ലാഹു നബി തങ്ങളെ ബഹുമാനിച്ചതാണ്. ലിഇജ്ലാലിഹി മല്ലാഹു നാദാഹു ബിസ്മിഹി വമിൻ ഖബ്ലിഹി നാദാ ബിഅസ്മാഇഹിം റുസുലാ. യാ മൂസ, യാ ഈസ, യാ ആദം, യാ ഇബ്രാഹിം, യാ നൂഹ്, ഇങ്ങനെ പല അമ്പിയാക്കളെയും അല്ലാഹു തആല വിളിച്ചു. ഖുർആനിൽ തന്നെ പേര് വിളിച്ചത് കാണും. പക്ഷേ അവിടെ ഒരു സ്ഥലത്തും യാ മുഹമ്മദ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹ് വിളിച്ചിട്ടില്ല. സ്ഥാനപ്പേരെ വിളിച്ചിട്ടുള്ളൂ. ബാപ്പയെ മകൻ പോയിട്ട് അബ്ദുള്ള ഹാജി, അബൂബക്കർ ഹാജി എന്ന് വിളിച്ചാൽ നമ്മൾ പറയും പോരാ, ബഹുമാനം പോരാ. ഉപ്പാ ബാപ്പ എന്നൊക്കെ വിളിച്ചാൽ അത് ബഹുമാനമാണെന്ന് പറയും. സ്ഥാനപ്പേര് വിളിക്കലാണല്ലോ ബഹുമാനം. ഉസ്താദേ എന്ന് വിളിച്ചാൽ ബഹുമാനമാണ്. നേരെ മറിച്ച് അതേ ഇന്ന മുസ്ലിയാരെ എന്ന് വിളിച്ചാൽ അത് ബഹുമാനമല്ലല്ലോ. അപ്പൻ അല്ലാഹു തആല മറ്റുള്ള അമ്പിയാക്കളെക്കാളെല്ലാം ബഹുമാനിച്ചതിനാൽ യാ മുഹമ്മദ് എന്ന് ഒരു സ്ഥലത്തും വിളിച്ചില്ല. യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൽ മുദ്ദസ്സിറു, യാ അയ്യുഹൽ മുസമ്മിലു, ഇങ്ങനെയൊക്കെയാണല്ലോ ഖുർആൻ വിളിച്ചത്. അങ്ങനെ അല്ലാഹ് തന്നെ പറയുകയും ചെയ്തു, ലാ തജ്അലൂ ദുആ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ പരസ്പരം വിളിക്കും പോലെ യാ മുഹമ്മദ് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിക്കരുത്. പിന്നെ എന്നാൽ നബിതങ്ങളോട് താണുകേണ് സഹായം തേടുമ്പോൾ അവിടെ റസൂലുള്ളാഹിന്റെ പേര് കൊണ്ട് ബറക്കത്തെടുക്കലാണ് ലക്ഷ്യം. അതിനാൽ അതേ യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നതിന് അവിടെ കുഴപ്പമില്ല. അത് നബിതങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക മിൻ നബിയിക നബിയിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖദിയ ലീ എന്ന് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കി അള്ളാഹുവിനോട് പറയാനും അള്ളാഹുവിൻ്റെ റസൂലിനെ തന്നെ വിളിച്ചു പറയാനും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത സഹീഹായ ഹദീസിൽ യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ അശ്റഖ ബൈത്തി ചെല്ലുമ്പോൾ അതിലുണ്ടൊരു സ്ഥലത്ത് യാ മുഹമ്മദ് എന്ന്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇസ്തിഗാഥയാണ്. അത് ആദരവോടെയുള്ള വിളിയാണ്. അവിടെ കുഴപ്പമില്ല. എന്നാൽ ഇവിടെയും ഇമാം മറാക്കശി തങ്ങൾ പറയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ച് സഹായം തേടുന്നവൻ എന്ന നിലക്ക് യാ മുഹമ്മദ് എന്ന് വഴിതെറ്റിയിട്ട് ഞാനിപ്പോൾ എൻ്റെ കാര്യം പോയി, ഇനി ജീവനില്ലെന്ന് തോന്നിയപ്പോൾ വിളിച്ചു. എല്ലാവരും എഴുന്നേറ്റുന്നൊരു സ്വലാത്ത് ചൊല്ലണം. യാ റബ്ബി സല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. ബക്കറ്റ് കൊടുത്തേക്കും. എല്ലാവരും നല്ല സംഭാവനകൾ കൊടുത്തേക്കണം. നമ്മൾ ഈ പരിപാടിക്ക് തന്നെ എത്രയോ ലക്ഷങ്ങൾ ചെലവ് വരും. പിന്നെ നമ്മൾ സ്ഥാപനം കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ചെലവെത്രയാണെന്ന് പറയണ്ടല്ലോ. എല്ലാവരും നല്ല സംഭാവനകൾ കൊടുത്തേക്കണം. ഇരുന്നോളൂ. ഞാൻ ഈ സംഭവം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഇന്ന് നിർത്തും. ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഇമാം മറാഖിസി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹിനെ വിളിച്ച് യാ മുഹമ്മദ് എന്ന് വിളിച്ചപ്പോൾ ഫസമീതു ഖായിലൻ യഖൂലു ലീ അർസിദ്, എന്നോട് അർസിദ് എന്ന് ഒരാൾ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടു ഞാൻ. ഫനളർതു, ഞാനൊന്ന് നോക്കി. ഫൈദാ ശഖ്സുൻ ലം മുസ്ബിത് വജ്ഹഹു, അപ്പോൾ ഞാനൊരു വ്യക്തിയെ കാണുന്നു. മുഖം എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു വ്യക്തിയെ ഞാൻ കാണുന്നു. വഅലൈഹി സൗബുൻ അബിയദ്, വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഫീ സവാദിൽ ലൈൽ,
രാത്രിയുടെ ഇരുട്ടിൽ വെള്ളവസ്ത്രമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, മുഖം ശരിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയെ ഞാൻ കാണുന്നു. ഫഅഖദ ബിയദീ, ആ വ്യക്തി വന്ന് എൻ്റെ കൈ പിടിക്കുന്നു. ഇലാ, അങ്ങനെ കൈ പിടിച്ചിട്ട് എൻ്റെ കൈ അങ്ങ് പിടിക്കുമ്പോഴേക്ക് തന്നെ ആ കൈ എൻ്റെ കൈ പിടിക്കുന്നതോടുകൂടെ എൻ്റെ എല്ലാ ക്ഷീണവും മാറിപ്പോയി, ദാഹം മാറിപ്പോയി, എല്ലാ പ്രശ്നവും മാറിപ്പോയി. ഫലം തസൽ യദുഹു ഫീ യദി ഇലാ അൻ സമീതു ലജ്ജത മൻ സഹിബദ് ദലീൽ. ആ കൈ പിടിച്ച വ്യക്തി എൻ്റെ കൈ വിട്ടില്ല, എന്നെയും കൊണ്ട് നടക്കുകയാണ്. ഒരൽപ്പം നടക്കുമ്പോൾ അതേ നേരത്തെ ഗൈഡിൻ്റെ പിന്നാലെ നടന്ന ഞങ്ങളെ ഹജ്ജിൻ്റെ കൂട്ടാളികളുണ്ടല്ലോ, ഹജ്ജ് യാത്രയിൽ ഇറങ്ങിയ കൂട്ടാളികൾ, ആ കൂട്ടാളികളുടെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് ഞാൻ എത്തുകയാണ്. വൈദദ്ദലീലു യുനാദിന്നാസ്, അതേ എൻ്റെ കൂട്ടുകാരുടെ അടുക്കൽ ഞാനെത്തി. അപ്പോൾ ഞാൻ പിന്നെ കേൾക്കുന്നത് എൻ്റെ ഗൈഡിൻ്റെ ശബ്ദമാണ്. എന്താണ് ആ ഗൈഡ് വിളിച്ച് പറയുന്നത്? അതേ, ഖദ് ഔഖദ ലഹും നാറൻ യഹ്തദൂന ബിഹാ, അദ്ദേഹം ഒരു സ്ഥലത്ത് അല്പം തീ കൂട്ടിയിരിക്കുന്നു. ആ തീ കാണുമ്പോൾ ആളുകളൊക്കെ എത്താൻ വേണ്ടിയാണ് ഇന്നത്തതുപോലെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൻ്റെ ലൈറ്റോ അല്ലെങ്കിൽ വേറെ സ്ട്രീറ്റ് ലൈറ്റോ കറണ്ടോ ടോർച്ചോ ഒന്നുമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അതേ ഞാൻ കാണുന്നു ഒരു സ്ഥലത്ത് തീ കൂട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം കൂടെയുള്ള ആളുകളെ മുഴുവനും വിളിക്കുകയാണ്, വരൂ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അതേ, യഹ്തദൂന ബിഹാ, അദ്ദേഹം എവിടെയാണുള്ളതെന്ന് ഇരുട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധം ഒരു തീ അല്പം കത്തിച്ചിട്ട് അവിടെ വെച്ചാണ് അദ്ദേഹം വിളിക്കുന്നത്. ഫറാഹ അന്നീ വതറകനീ, ഞാൻ യാ മുഹമ്മദ് എന്ന് വിളിച്ച് നബിതങ്ങളോട് സഹായം തേടിയപ്പോൾ എൻ്റെ സമീപത്ത് വന്ന് കൈപിടിച്ച് എന്നെ അവിടെ എത്തിച്ച വ്യക്തി അതോടുകൂടെ എന്നെ അവിടെ ഇട്ട് അദ്ദേഹം പോവുകയാണ്. എൻ്റെ പ്രശ്നം മുഴുവനും പരിഹരിച്ചു പോയി. ഇതെൻ്റെ ഒരു അനുഭവമാണ്. എന്നാൽ അതാ മുൻഗാമികളായ മഹാന്മാർ, വഅന അദ്കുറു ലക ഫീ ഹാദൽ കിതാബി ഇൻഷാ അല്ലാഹ്, ഈ കിതാബിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. മനിസ്തഗാസ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിനെ വിളിച്ച് തേടിയ പലരെക്കുറിച്ചും ഞാൻ പറഞ്ഞു തരും. അതിൽ മരുഭൂമിയിൽ വെച്ച് വിളിച്ചവരുണ്ട്, കടലിൽ വെച്ച് വിളിച്ചവരുണ്ട്, കരയിൽ വെച്ച് വിളിച്ചവരുണ്ട്. വമൻ ശകാ ഇലൈഹിൽ അത്ശവൽ ജൂ, വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും കാഠിന്യത്താൽ നബിതങ്ങളോട് വേവലാതിപ്പെട്ടവരുണ്ട്. വമൻ കാന ഫീ അസ്രിൽ അദുവിൽ ജബ്ബാർ, അക്രമിയായ ഭരണാധികാരികൾ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ വെച്ച് റസൂലുള്ളാഹിനെ വിളിച്ചതുണ്ട്. വമൽജഇൽ റാമിലി വൽ യതമാ ഇലൈഹി, യതീമുകളും അതുപോലെ അഗതികളും അനാഥകളും അങ്ങനെ വിധവകളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭയം തേടിയ സംഭവങ്ങളുണ്ട്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, മഴയില്ലാത്തപ്പോഴും അതേപോലെ തന്നെ ഒട്ടകം പണിമുടക്കിയപ്പോഴും അതുപോലെ തന്നെ മാനുകളെ സംബന്ധിച്ചും അതുപോലെ ചിലപ്പോൾ മാനുകൾ തന്നെയും വേറെ മൃഗങ്ങൾ തന്നെയും, എന്തിനധികം പറയണം, ഹനീൽ ജിദീലൈഹി, ഈത്തപ്പനയുടെ മട്ടൽ വരെ നബിതങ്ങളോട് കരഞ്ഞു പറഞ്ഞ സംഭവങ്ങൾ. വർത്തജ്ജൽ ഹത്തർത്തജ്ജൽ മസ്ജിദു ലിഖുവാരിഹി കസൗത്തിൽ ലിശാർ, അതേ തേങ്ങി തേങ്ങി കരയുന്ന ഈത്തപ്പന മട്ടലിൻ്റെ കരച്ചിൽ വരെ. അങ്ങനെ പലതും പലതും ഞാൻ ഈ കിതാബിൽ ഉദ്ധരിക്കും. ആദ്യമായി പറയട്ടെ, വസ്തഗാസ ബിഹി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈ ഉമ്മത്തിലെ ഏറ്റവും മഹാനായ എല്ലാ ഉലിയാക്കളുടെയും നേതാവായ അമ്പിയാക്കളെ കഴിച്ചാൽ ഏറ്റവും ഈമാൻ തൂങ്ങുന്ന വ്യക്തി, ഏറ്റവും മഹത്വമുള്ള വ്യക്തി അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ. ആ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ ഇന്ദ തലബി സുറാഖത ലഹുമാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ
മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ സുറാഖത്ത് പറയുന്ന ഒരാൾ വാളും പിടിച്ച് വന്ന് അവരെ അന്വേഷിക്കുന്ന സമയത്ത് ഗുഹയിൽ അഭയം തേടിയ സമയമാണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്ത സംഭവമടക്കം അതേ വേദനിക്കുന്നവർ, മുറിവ് പറ്റിയവർ, അങ്ങനെ പലരും അങ്ങനെ പോയിട്ട് ഖിയാമത്ത് നാളിൽ എല്ലാവരും റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടുന്ന വിവരവും അതുപോലെ നരകത്തിൽ വെച്ച് പോലും നബി തങ്ങളെ വിളിച്ച് തേടിയിട്ട് ഉമ്മത്തിൽ ചിലർ രക്ഷപ്പെടുന്ന വിഷയവും ഇതെല്ലാം ഞാൻ ഈ കിതാബിൽ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ ഗ്രന്ഥം മഹാനായ ഇമാം അബൂ അബ്ദുല്ലാഹിൽ മറാഖിസി റളിയല്ലാഹു തആല അൻഹു രചിക്കുകയുണ്ടായി. സുഹൃത്തുക്കളെ, ആ മക്കയിൽ നിന്നുള്ള പോക്ക് നബി തങ്ങൾ പോയി അവസാനം മദീനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജുഹ്ഫ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഹജ്ജിന് ഇഹ്റാം കെട്ടാനുള്ള സ്ഥലങ്ങൾ വിവരിച്ചു കൊടുത്ത സ്ഥലത്ത് ജുഹ്ഫ എന്ന സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ച് ഇപ്പോഴും ഇഹ്റാം ചെയ്യാറുണ്ട്. വിനീതനായ ഞാൻ തന്നെ അവിടെ നിന്ന് ചിലപ്പോൾ ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ മഹാനായ താജുൽ ഉലമാ ഉള്ളാൽ തങ്ങളുണ്ടായിരുന്നു. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആ ജുഹഫയിൽ ഞാൻ ഇന്നും ഓർക്കുകയാണ്. കടുത്ത തണുപ്പ്, നല്ല തണുത്ത ആ തണുപ്പിനിടയിൽ കാറ്റ് വീശി ഇങ്ങനെ അടിക്കുമ്പോൾ ഇഹ്റാമിലായതുകൊണ്ട് കുപ്പായമിട്ടുകൂടാ, തലമറച്ചൂടാ. തങ്ങളവറുകളെ പ്രായമുള്ള സമയത്തും അവിടുന്ന് അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് ജുഹഫയിൽ വെച്ച് ഇഹ്റാം ചെയ്ത അനുഭവം എനിക്കിപ്പോൾ ഓർമ്മയിൽ വരികയാണ്. ആ ജുഹഫ എന്ന സ്ഥലത്ത് നബി തങ്ങൾ മദീനയിലേക്ക് പോകുന്ന പോക്കിൽ ജുഹഫയിലെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിന്നൊരായത്തിറക്കുന്നു. എന്താണ് ആയത്തിറക്കാൻ കാരണം? നബി തങ്ങൾക്ക് മക്കയിലേക്കൊന്ന് തിരിച്ചു പോകണം, മക്കയൊന്ന് എത്തണം. മക്ക സ്വന്തം നാടാണല്ലോ, സ്വന്തം വീടവിടെയാണല്ലോ, ജനിച്ചതവിടെയാണല്ലോ. ആ മക്കയോട് വല്ലാത്തൊരാഗ്രഹം ഖൽബിലങ്ങ് തോന്നിയപ്പോൾ ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ലമ്മാ ഖറജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പുറപ്പെട്ടു മക്കയിൽ നിന്ന് ഫബലഗൽ ജുഹ്ഫ, ജുഹ്ഫ എന്ന പ്രദേശത്തെത്തി. ഇസ്താഖ ഇലാ മക്ക, മക്കയിലേക്ക് നബി തങ്ങൾക്ക് ആഗ്രഹം തോന്നി. ഫഅൻസലല്ലാഹു അലൈഹി, അപ്പോൾ ഹബീബ് നബി തങ്ങൾക്ക് യജമാനനായ റബ്ബ് ഇറക്കി കൊടുക്കുകയാണ്. ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദുക ഇലാ മആദ്. സുബ്ഹാനല്ലാഹ്. ആ മക്കയിലേക്ക് ഇനി തിരിച്ചു പോകാൻ കഴിയുമെന്ന യാതൊരു പ്രതീക്ഷക്കും വകയില്ലാത്ത സമയം, മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാത്ത സമയം, അനുയായികളൊക്കെ നേരത്തെ നാട് വിട്ടിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി തങ്ങളും അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ചുരുക്കം ആൾ മാത്രമേ മക്കയിൽ അവശേഷിക്കുന്നുള്ളൂ. അവിടെ ഇനി തിരിച്ചു വരുമെന്നൊരു തോന്നലിനൊരു അവകാശവുമില്ല. ആ നിലക്ക് ഇറങ്ങിപ്പോയതാണ്. ആ പോയ പോക്കിൽ ജുഹഫയിലെത്തുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കുകയാണ്. ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന, ഈ ഖുർആൻ അങ്ങേക്ക് ഇറക്കി തന്ന, പഠിപ്പിച്ചു തന്ന, എത്തിച്ചു തന്ന പടച്ചവനുണ്ടല്ലോ. ലറഅദ്ദുക ഇലാ മആദ്, അതിൻ്റെ തഫ്സീർ ഇബ്നു കസീർ പറയാണ് ഇലാ മക്ക. ഓ നബിയേ, തങ്ങളെ മക്കയിലേക്ക് അല്ലാഹ് തിരിച്ചു കൊണ്ടുവരുന്നവനാണ്. നമ്മൾ തങ്ങളെ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരും നബിയേ. പടച്ചവൻ ആയത്തിറക്കുകയാണ്. യാതൊരു മടിയുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടെ വെച്ച് തന്നെ ഓതിക്കൊടുക്കുകയാണ്. അതേ, അത് സ്വഹാബത്ത് ഓതുകയാണ്. അവരുറച്ച് വിശ്വസിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആനുണ്ടല്ലോ, അത് അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണെന്നല്ലേ അവിടുന്ന് പഠിപ്പിച്ചത്, അല്ലാഹു പറഞ്ഞേച്ച ആളാണെന്നല്ലേ പഠിപ്പിച്ചത്.
അതൊരു ദിവസം പെട്ടെന്നങ്ങ് പറഞ്ഞതല്ലല്ലോ. 40 കൊല്ലത്തോളം അവരുടെ കൂടെ തന്നെ വളരെ മലീമസമായ സാഹചര്യത്തിൽ ജീവിച്ച് ആ ജീവിതത്തിൽ ഒരിക്കലും ഒരു കളവ് പറഞ്ഞു പോകാതെ, കളവ് പറയുന്നൊരു ധാരണ പോലും അവർക്കുണ്ടാകാതെ, അതേ ഒരു ദുസ്വഭാവവും ജീവിതകാലത്തൊരിക്കലും പ്രകടമാകാതെ ഏറ്റവും നല്ല സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിച്ച് 40 കൊല്ലം ജീവിച്ച നബിതങ്ങൾ അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാൽ അത് കളവാവുകയില്ലെന്ന് എല്ലാ ശത്രുക്കൾക്കും ബോധ്യമുണ്ട്. സത്യമേ പറയൂ എന്ന ബോധ്യമുണ്ട്. സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ റസൂല് ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്, മക്കയിലേക്ക് തിരിച്ചു വരും. അതനുഭവിക്കുകയാണ്, സഹാബികൾ അനുഭവിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യൻ അല്ല, മറിച്ച് ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ, പടച്ചവൻ വഹി അറിയിക്കുന്നതനുസരിച്ച് മാത്രം പറയുന്ന വ്യക്തിയാണ് എന്നതിന് ഈ ഒരൊറ്റ ആയത്ത് മാത്രം തെളിവ് പോരെ. കാരണം ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുമോ ഈ മക്കയിലേക്ക് തിരിച്ചു വരും എന്നത്? പക്ഷേ അല്ലാഹുവിൻ്റെ റസൂൽ അത് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്, സഹാബത്ത് അത് കേൾക്കുകയാണ്. ഇന്നും ഹജ്ജിന് പോകുന്ന ആളുകൾ ചിലർ യാത്ര ഇറങ്ങുമ്പോൾ അവസാനം ഈ ആയത്തോതാറുണ്ട്, ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്. ഹജ്ജിന് പോകുമ്പോൾ മാത്രമല്ല, ഏത് യാത്രക്കിറങ്ങുമ്പോഴും അത് ഓതുന്നത് നല്ലതാണ്, തിരിച്ചു വരും എന്നതിനുള്ള ഒരു ശുഭലക്ഷണം. മാത്രമല്ല, ഖുർആനിലെ ആയത്തിൻ്റെ ഒരു ബറക്കത്ത് ലഭിക്കാൻ അത് നിമിത്തമാണ്. അതുകൊണ്ട് ഏത് യാത്ര ഇറങ്ങുമ്പോഴും അത് ചൊല്ലുന്നത്, ഓതുന്നത് നല്ലതാണ്. അതേപോലെ യാത്ര ഇറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതുന്നത് നല്ലതാണ്, ലീലാഫി ഖുറൈശ് സൂറത്ത് ഓതുന്നത് നല്ലതാണ്. അതുപോലെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ എന്ന് പറയുന്ന ദിക്ർ ചൊല്ലലും വളരെ വലിയ പുണ്യമാണ്. അത് യാത്ര ഇറങ്ങുമ്പോൾ മാത്രമല്ല, വീട്ടിൽ വെച്ചിറങ്ങുമ്പോഴൊക്കെ നല്ലതാണ്, റൂമിൽ ഇറങ്ങുമ്പോൾ നല്ലതാണ്. നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, അതുപോലെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ, ദർസ് നടത്തുന്ന ഉസ്താദുമാർ, അവരൊക്കെ ദർസിന് വേണ്ടി റൂമിൽ നിന്നിറങ്ങുമ്പോൾ, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ് വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് ഇറങ്ങുമ്പോൾ, അതുപോലെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കാൻ ഇറങ്ങുമ്പോൾ, അവിടെയെല്ലാം ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ദിക്ർ ചൊല്ലുന്നത് നല്ലതാണ്. അതിൽ അള്ളാഹുവിനോടുള്ള കാവല് ചോദ്യമാണ്. ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങുന്നു. തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ മേൽ സർവ്വവും ഏൽപ്പിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ, അവൻ തരുന്ന കഴിവ് കൊണ്ടല്ലാതെ ഒരാൾക്കും ഒരു കഴിവും ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല, ഞാൻ പിഴച്ചു പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു. പിഴവ് പലവിധമുണ്ട്. ആശയത്തിൽ പിഴച്ചു പോകലുണ്ട്, വായനയിൽ പിഴച്ചു പോകലുണ്ട്, അർത്ഥം വെക്കുമ്പം പിഴച്ചു പോകലുണ്ട്, കാര്യം മനസ്സിലാക്കുന്ന സ്ഥലത്ത് പിഴച്ചു പോകലുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സ് ചില ദുർബല നിമിഷങ്ങളിൽ പിഴച്ചുപോയി തെറ്റായ കാര്യങ്ങളിലേക്ക് മനസ്സ് നീങ്ങാൻ സാധ്യതയുണ്ട്, കണ്ണ് നീങ്ങാൻ സാധ്യതയുണ്ട്, നാവ് നീങ്ങാൻ സാധ്യതയുണ്ട്. പടച്ചവൻ്റെ കാവല് കിട്ടാതെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദല്ല. ചിലപ്പോൾ നമ്മൾ പിഴക്കുകയല്ല, നമ്മളെ പിഴപ്പിക്കപ്പെടുകയാണ്. വേറെ ചിലരുടെ വർത്തമാനം കേട്ട്, വേറെ ചിലരുടെ ഇടപെടൽ മൂലം നമ്മൾ പിഴച്ചു പോവുകയാണ്. അതും ഇല്ലാതിരിക്കണം. മിൻ അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല, ഞാൻ വഴുതിപ്പോകാതിരിക്കാൻ നിന്നോട് കാവല് ചോദിക്കുന്നു അല്ലാഹ്. ഔ ഉസല്ല, അല്ലെങ്കിൽ എന്നെ വഴുതിച്ചു കളയുന്നതിൽ നിന്ന് ഞാൻ കാവല് ചോദിക്കുന്നു. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്തത് പറഞ്ഞു പോകും, വിചാരിക്കാത്തത് ചിലപ്പോൾ ചിന്തിച്ചു പോകും. വേറെ ആരെങ്കിലും നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പഴയ കാലത്ത് മുച്ചിമക്കാറ്റ് എന്ന് പറയും, അങ്ങനെ പിടിച്ച് മനുഷ്യനെ പൊക്കിയിട്ടും, അതുപോലെ തന്നെ ഗീബത്ത് പറഞ്ഞിട്ടും നമീമത്ത് പറഞ്ഞിട്ടും ഇല്ലാത്തത് പറഞ്ഞിട്ടുമൊക്കെ നമ്മളെ പിഴപ്പിക്കാൻ പലരും ശ്രമിക്കും. നമ്മളിൽ വഴുതലുകൾ ഉണ്ടാകും. മിന്നൻ അതില്ലാവൂ ഉദല്ലാവൂ അസില്ലാവൂ ഉസല്ല ഔ അദ്ലിമ, ഞാൻ വേറെ ഒരാളെ ആക്രമിക്കുന്നതിൽ നിന്ന് ഞാൻ കാവല് ചോദിക്കുന്നു. ഔ ഉദ്ലമ, എന്നെ ആക്രമിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ കാവല് ചോദിക്കുന്നു. എന്നെ കൊണ്ടൊരാൾക്കും ഒരു അക്രമം ഉണ്ടാകാൻ പാടില്ല. ഒരു ബസ് കയറുന്ന സമയത്ത് എൻ്റെ കൈമുട്ട് കൊണ്ടൊരാളുടെ നെഞ്ഞത്തും കുത്തിപ്പോകാൻ പാടില്ല. ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള കുട
ആ കുടയുടെ വാല് കൊണ്ട് ഒരാളെ കണ്ണിലും തലയിലും തലേക്കെട്ടിലും താടിയിലും ഒന്നും തട്ടിപ്പോകാൻ പാടില്ല. ആരും എൻ്റെ കാരണത്താൽ ആക്രമിക്കപ്പെടാൻ പാടില്ല. അൻ അതില്ല ഔ ഉദല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ, അതേപോലെ എന്നെയും ആക്രമിക്കപ്പെടാതിരിക്കാൻ നിന്റെ കാവല് വേണം പടച്ചവനെ. ഔ അജ്ഹല, ഞാൻ വിവരക്കേട് ചെയ്യാതിരിക്കാൻ നീ കാക്കണം അല്ലാ. ഔ യുജ്ഹല അലയ്യ, എന്നോടാരെങ്കിലും വിവരക്കേട് കാണിക്കാതിരിക്കാൻ അതിനും നീ കാക്കണം അല്ലാ എന്ന് പറയുന്ന ദിക്റും നമ്മൾ എവിടെ യാത്രക്കിറങ്ങുമ്പോഴും വീട്ടിൽ നിന്നിറങ്ങുമ്പോഴൊക്കെ നല്ലതാണ്. ഈ ദിക്ർ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിൻ്റെ അൽ ഹജ്ജ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ ദിക്ർ നിങ്ങൾക്കൊക്കെ നിങ്ങൾ മുസ്ലിംമാരോട് പറഞ്ഞാൽ ആരും എഴുതി തരും. അത് പഠിക്കാൻ വലിയ സമയമൊന്നും വേണ്ട, അല്ലെങ്കിൽ നമുക്ക് നോക്കിയിട്ടും ചൊല്ലാം. നല്ലതാണ്. ഇരിക്കട്ടെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ നീട്ടുന്നില്ല. പറഞ്ഞു വന്നത്, നമ്മൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മൾ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. ആ റസൂലുള്ള പറഞ്ഞത് മുഴുവനും സത്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്ന ദീന് സത്യമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മുമ്പും കളവ് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ റസൂലായി നിയോഗിക്കപ്പെട്ടതിന് ശേഷവും ഒരു ജീവിതത്തിൽ ഒരിക്കലും ഒരു കളവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് കളവ് പറയുമെന്നൊരു ധാരണ ശത്രുക്കൾക്ക് പോലും ഒരിക്കലും ഉണ്ടായിട്ടില്ല. സഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. എൻ്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നല്ല സ്വഭാവങ്ങളല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവിടുന്ന് പഠിപ്പിച്ചതുപോലുള്ളൊരു സ്വഭാവം വേറെ ആരും ലോകത്ത് പഠിപ്പിച്ചിട്ടില്ല. ആരോടും വൈരാഗ്യമില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും എതിർപ്പില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെടുത്തെറിഞ്ഞവർ, നബി തങ്ങളെ ആക്രമിച്ചവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല വിധത്തിലും ബുദ്ധിമുട്ടിച്ചവർ ഒരാൾക്കെതിരെയും നബിതങ്ങൾ അതാ മനസ്സിൽ വൈരാഗ്യമോ വിദ്വേഷമോ വെച്ചിട്ടില്ല. അതല്ലേ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരു കളവും പറയുകയില്ലെന്ന ഉറപ്പ് കഠിന ശത്രുക്കൾക്ക് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് കാണാം, ഖുർആൻ തന്നെ പറയുന്നുണ്ട്, قد نعلم إنه ليحزنك الذي يقولون فإنهم لا يكذبونك. ഓ നബിയേ, നമ്മൾക്കറിയാം തങ്ങളെ മനസ്സിന് മുഷിപ്പുണ്ട്. അല്ലദീന യഖൂലൂൻ, തങ്ങൾക്ക് തങ്ങളെ സംബന്ധിച്ച് പലരും പലതും പറയുമ്പോൾ തങ്ങളെ മനസ്സിന് ദുഃഖമുണ്ടെന്നത് പടച്ച റബ്ബാകുന്ന നമ്മൾക്കറിയാം. നബിയേ, ഹബീബിനെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി യജമാനനായ റബ്ബ് പറയാണ്, ഫൈന്നഹും ലാ യുകദ്ദിബൂനക. നബിയേ, തങ്ങളെ അവർ കളവാക്കൂല. തങ്ങൾ കളവ് പറയുമെന്ന് ഒരു ശത്രുവും വിചാരിക്കൂല. തങ്ങൾ കളവാണ് പറയുന്നതെന്ന് ശത്രുക്കൾ വിചാരിക്കുന്നില്ല. തങ്ങളെ അല്ല കളവാക്കുന്നത്. വലാകിന്നൽ-ളാലിമീന ബിആയാത്തില്ലാഹി യജ്ഹദൂൻ. ആ ഈമാനില്ലാത്ത ശത്രുക്കൾ, അക്രമികൾ, അവർ നിഷേധിക്കുന്നത് അള്ളാഹുവിൻ്റെ തെളിവുകളെയാണ്. തങ്ങൾ കളവ് പറയുമെന്ന് അവർക്കൊരു ധാരണ പോലുമില്ല. അള്ളാഹു തന്നെ പറയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മദീനയിലുള്ള സഹാബിയാണ്, പ്രഗൽഭനാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹിതനാണ് ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മുശ്രിക്ക്. അദ്ദേഹം മക്ക നിവാസിയാണ്. ഉമയ്യത്ത് മദീനയിൽ വന്നാൽ സൽക്കരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു ആകുന്ന നബിതങ്ങളുടെ അനുയായിയാണ്. സൗഹൃദം പങ്കിടുന്നതിന്, മറ്റിതര മതസ്ഥരുമായി സൗഹൃദം പങ്കിടുന്നതിന് ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ വിരോധം പറഞ്ഞിട്ടില്ലല്ലോ.
ആ സൗഹൃദത്തിൻ്റെ പേരിൽ മുശ്രിക്കായ ഉമയ്യത്ത് മദീനയിൽ വന്നാൽ സഅദ് റളിയല്ലാഹുവിനെ സൽക്കരിക്കാറുണ്ട്. സഅദ് റളിയല്ലാഹുവിന് മക്കയിൽ ചെന്നാൽ സഅദ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹിൻ്റെ കഠിന വിരോധിയായ ഉമയ്യത്തും സൽക്കരിക്കാറുണ്ട്. ഒരിക്കൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് ചെന്നപ്പോൾ നബി തങ്ങളുടെ കഠിന ശത്രുവായ ഉമയ്യത്തിൻ്റെ വീട്ടിലേക്ക് അതിഥിയായി പോകുന്നു. പഴയകാല പതിവ് തുടരുകയാണ്. സുബ്ഹാനല്ലാഹ്, ചെന്നപ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നു. അവർ തറവാട്ടുകാരാണ്, ഖുറൈശികളാണ്. അതിഥികളെ അവർ സ്വീകരിക്കും. അവർ സ്വീകരിക്കുകയാണ്. മഹാനവറുകൾ പറഞ്ഞു, എനിക്കൊന്ന് തവാഫ് ചെയ്യണം, കഅബയുടെ സമീപത്ത് പോയി ആളുകൾ അതാ കൂടുതലില്ലാത്ത സമയം പോകണം. അങ്ങനെ രണ്ടുപേരും ഉച്ചയുടെ തൊട്ട് മുമ്പുള്ള സമയം. ഇപ്പോഴും നമുക്ക് കാണാം, പലപ്പോഴും കഅബയുടെ സമീപത്ത് തിരക്ക് കുറയുന്നൊരു സമയമാണത്. ഉച്ചയ്ക്ക് കുറച്ച് മുമ്പായിട്ട് രണ്ടുപേരും അതാ കഅബയുടെ സമീപത്തേക്ക് പോവുകയാണ്. ഒന്ന് കൊടിയ മുശ്രിക് ഉമയ്യത്താണ്, മറ്റൊന്ന് അല്ലാഹുവിൻ്റെ റസൂലിനെ സ്വീകരിച്ച മദീന നിവാസിയായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണ്. കഅബയുടെ സമീപത്തങ്ങ് ചെല്ലുമ്പോൾ കഠിന ശത്രുവായ അബൂജഹൽ വരുന്നു. അബൂജഹൽ ചോദിക്കുന്നു, അലാ അറാക തതൂഫു ബിമക്കത ആമിനാ, മക്കയിൽ വന്നിട്ട് യാതൊരു പേടിയുമില്ലാതെ നിർഭയനായി നീ തവാഫ് ചെയ്യുകയാണോ? നിങ്ങളല്ലേ ഞങ്ങളെ നാട്ടിൽ നിന്ന് വന്ന മുഹമ്മദിനും കൂട്ടർക്കും അഭയം കൊടുത്തതും സഹായിച്ചതും നിങ്ങളല്ലേ? എന്നിട്ട് ഇവിടെ വന്നിട്ട് നിർഭയനായി നീ തവാഫ് ചെയ്യുകയാണോ? നീ സഫ്വാനിൻ്റെ അച്ഛൻ ഉമയ്യത്തിൻ്റെ കൂടെയായി പോയി. അതാ അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ മാറജഅത ഇലാ അഹ്ലിക സാലിമൻ, നിനക്ക് നാട്ടിലേക്ക് സുരക്ഷിതനായി മടങ്ങാൻ കഴിയൂലായിരുന്നു. ഭീഷണിയാണ് അബൂജഹലിൻ്റെ ഭീഷണി. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു, എന്ത്? അമാ വല്ലാഹി ലൈൻ മനഅതനി ഹാദാ ലഅംനഅന്നക മാ ഹുവ അസദ്ദു അലൈക മിൻഹു തരീഖക അലൽ മദീന. അങ്ങനെ ഇവിടെ വന്നിട്ട് നീ ഭീഷണിപ്പെടുത്തുവൊന്നും വേണ്ട. അങ്ങനെ വന്നാൽ മദീനയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ ശക്തമായ നിലക്ക് ഞങ്ങളും തടയും. സഅദ് റളിയല്ലാഹു അൻഹു തിരിച്ചടിച്ചു. അപ്പോ ഉമയ്യത്തിന് പേടിയായി. ഉമയ്യത്ത് പറഞ്ഞു, ലാ തർഫഇ സൗതക യാ സഅദ്. ഇതാരാന്നറിയില്ലേ? ഈ നാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രമുഖനാണത് അബൂജഹലല്ലേ. അബൂജഹൽ അബുൽ ഹക്കം എന്ന് അവർ വിളിക്കാറ്. അബുൽ ഹക്കമിനോട് ശബ്ദം ഉയർത്തല്ലേ, ഇവിടുത്തെ നേതാവാണത്. സഅദ് റളിയല്ലാഹു അൻഹു ഒരല്പവും കൂസിയില്ല. മഹാനവറുകൾ പറഞ്ഞു, എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നഹും ഖാതിലൂക, നബിതങ്ങളും സഹാബത്തും നിന്നെ കൊല്ലൂ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മടിയില്ലാതെ അങ്ങ് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം ചോദിച്ചു, ബി മക്ക, മക്കയിൽ വെച്ച് കൊല്ലൂ എന്നാ പറഞ്ഞേ? സദറുല്ലാതിരി എനിക്കറിയില്ല. പേടിയായി ഉമയ്യത്തിന്. കൊല്ലൂന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബി കളവ് പറയൂല എന്ന് ഉറപ്പാണ്. എത്ര ശത്രുവാണെങ്കിലും അതുറപ്പാണ്, കളവ് പറയൂല. അപ്പൊ കൊല്ലൂന്ന് ഉറപ്പാണ്. ഉമയ്യ പേടിച്ച് വിറച്ചു. ഫസഅൻ ശദീദൻ. ഉമയ്യ നേരെ വീട്ടിൽ പോയിട്ട് ഭാര്യനോട് പറഞ്ഞു, ഉമ്മു സഫ്വാൻ, നീ അറിയോ സഅദ് പറഞ്ഞത് എന്താണ്? എന്താ പറഞ്ഞത്? മുഹമ്മദ് കൊല്ലൂന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, മക്കത്ത് നിന്നാണോ? അയാൾ പറഞ്ഞു, എനിക്കറിയില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, വല്ലാഹി ലാ അഖ്റുജു മിൻ മക്ക, ഞാൻ മക്കയിൽ നിന്ന് ഒരൊറ്റ സ്ഥലത്തും ഇനി പോകൂല. കാരണം കൊല്ലൂന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തത് മക്കയിൽ ഇപ്പം അവർക്ക് വരാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് ഞാൻ കൊല്ലപ്പെട്ടു പോവും. കളവയാൾ പറയൂല. അതിനാൽ ഞാൻ മക്കയിൽ നിന്ന് പുറത്തു പോകില്ല. ഉമയ്യത്ത് പറയാണ്. പക്ഷേ ബദർ യുദ്ധത്തിൻ്റെ സമയമായപ്പോൾ എല്ലാവരും യുദ്ധത്തിനൊരുങ്ങുകയാണ്. അബൂജഹൽ നോക്കുമ്പോൾ ഉമയ്യത്ത് മക്കയിൽ നിന്ന് പുറപ്പെടാൻ ധൈര്യമില്ല. ഉമയ്യത്ത് പുറപ്പെടുന്നില്ല. അബൂജഹൽ പോയിട്ട് പറയാണ്, അല്ല ഉമയ്യ, ഇവിടുത്തെ നേതാവല്ലേ നിങ്ങൾ അതാ പുറപ്പെടാതിരുന്നാൽ മറ്റുള്ളവർ ശങ്കിച്ച് പോകൂലേ? ഏറ്റവും ഒരു ഇന്ത്യ വാഹനമുണ്ടല്ലോ, നിങ്ങൾ പോയേ പറ്റൂ. നിർബന്ധിച്ചപ്പോൾ ഉമയ്യത്ത് പുറപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഭാര്യയോട് പറഞ്ഞു, ജഹീസീനി, എന്നെ പോകാൻ നീ ഒരുക്കി തരണം. അപ്പോൾ പറയാണ് ഭാര്യ,
അല്ല സഫ്വാന്റെ ബാപ്പ, അച്ഛാ നിന്നോട് ചോദിക്കട്ടെ, വഖദ് നസീത മാ ഖാല ലക അഖൂഖൽ യസ്രബിയു, ആ മദീനക്കാരനായ നിങ്ങളെ സുഹൃത്ത് നിങ്ങളോട് പറഞ്ഞ് മറന്നോ? നിങ്ങളോട് പറഞ്ഞില്ലേ? നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ? പിന്നെ നിങ്ങൾ ഇവിടുന്ന് എവിടെയും പോകൂലെന്ന് തീരുമാനിച്ചതല്ലേ? അപ്പോൾ ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ കാണാം, ഇന്ന മുഹമ്മദൻ ലാ യക്ദിബു, മുഹമ്മദ് കള്ളം പറയൂല. അതിനാൽ നിങ്ങളിപ്പോൾ പുറപ്പെട്ടാൽ അത് അപകടമല്ലേ? ശത്രുവായ ഉമയ്യത്തും ഉമയ്യത്തിൻ്റെ ഭാര്യയും പറയാണ്. അപ്പോൾ അതാ ഉമയ്യത്തിൻ്റെ മറുപടി, ലാ മാ ഉരീദു ഇല്ലാ നജൂസമഹും ഇല്ലാ ഖരീബൻ, ഞാൻ തൽക്കാലം അബൂജഹലിനെ പറ്റിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെടും, കുറച്ച് അങ്ങോട്ടെത്തിയിട്ട് ക്ഷീണാകുന്നെന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോരും, അങ്ങോളം പോവില്ല. സുബ്ഹാനല്ലാഹ്, ഉമയ്യത്ത് അതും പറഞ്ഞ് പുറപ്പെട്ടു. പക്ഷേ പോയി ബദറിലെത്തി. ബദറിൽ വെച്ച് നബി തങ്ങൾ പറഞ്ഞതുപോലെ ഉമയ്യത്തും കൊല്ലപ്പെട്ടു. ഞാനിത് പറഞ്ഞത് കഠിന ശത്രുക്കൾക്ക് ശത്രുത വെച്ച് പുലർത്തുന്ന കാലത്ത് പോലും പരിപൂർണ ബോധ്യമായിരുന്നു, നബിതങ്ങളെ നാവിലൂടെ കളവ് വരൂല. അങ്ങനെ കുട്ടിക്കാലം മുതലേ ജീവിച്ചു വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഏത് പരിപാടികളും അൽഹംദുലില്ലാഹ് സ്തുത്യർഹമാണ്, പ്രതിഫലാർഹമാണ്, നടത്തേണ്ടതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സമാപനമാണല്ലോ. നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണവും മറ്റുമായുള്ള ചെലവുകൾക്ക് ഒരാൾക്ക് ഒരു വർഷത്തിൽ 35,000 ഉറുപ്പിക ചെലവ് വരും. മദ്രസ ഉസ്താദുമാരുടെ ശമ്പളം ഒരു മാസത്തേക്ക് 64,250 വരും. ചിലരൊക്കെ ഇതിനു മുമ്പ് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ അങ്ങനെ ഒരു കുട്ടിയുടെ ഭക്ഷണവും ചെലവും എന്ന നിലക്ക് 35,000 ഏറ്റെടുത്ത പലരും ഉണ്ട്. പലരും അന്ന് ഈ സദസ്സിലുള്ളവരൊന്നും വന്നില്ലല്ലോ, പലരും ഇല്ലല്ലോ. അതേപോലെ ഒരു മാസത്തെ ശമ്പളം ഏറ്റെടുത്ത അബൂബക്കർ ഹാജിയെ പോലുള്ളവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളും കഴിവിൻ്റെ പരമാവധി നാളെ വരുമ്പോഴേക്ക് നിങ്ങളാൽ കഴിയുന്നത് ഏറ്റെടുക്കണം. ഒരു മുതഅല്ലിമിൻ്റെ ഭക്ഷണം ഏറ്റെടുത്താൽ, ജീവിതം ഏറ്റെടുത്താൽ അത് വലിയ ഭാഗ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ചും തലപൊട്ടി രക്തം വന്നൊക്കെ പോറ്റിയ ദീന് ഖിയാമത്ത് നാൾ ഇവരിവിടെ നിലനിൽക്കണം. അതിനിവിടെ ആലിമീങ്ങൾ ഉണ്ടാകണം. ആലിമീങ്ങളെ വാർത്തെടുക്കാനാണ് നമ്മൾ മുതഅല്ലിമീങ്ങളെ പോറ്റി വളർത്തുന്നത്. പാറക്കടവിലും പരിസരങ്ങളിലുമുള്ള ജനങ്ങൾ 100, 150, 200 മുതഅല്ലിമീങ്ങളെ ഈ പള്ളിയിൽ വെച്ച് പോറ്റിയ ജനങ്ങളാണ്. അല്ലാഹു തആല നമ്മുടെ മുൻഗാമികൾക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാകട്ടെ. അതിനാൽ എല്ലാവരും അവരവരെ കൊണ്ട് കഴിയും പോലെ സഹായം നൽകണം. സ്ത്രീകൾക്ക് കവർ കൊടുത്തയച്ചിട്ടുണ്ട്. നാളെ വരുമ്പോൾ നല്ല സംഖ്യകൾ അവരും കവറിൽ കൊടുത്തയക്കണമെന്നുണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും ഒരു 3 സ്വലാത്തുകളിലും ഇന്ന് നമുക്ക് ദുആ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا رب. ഞങ്ങളുടെ ഈ മജ്ലിസും ഞങ്ങളിവിടെ തുടങ്ങുന്ന സമയത്ത് ഓതിയ ഖുർആനിൽ നിന്ന് ഓതിയതും ദുആ നടത്തിയതും ഇനി ഞങ്ങൾ നടത്തുന്നതും ഞങ്ങൾ പറഞ്ഞതും കേട്ടതും അല്ലാഹുവേ, ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ആരെല്ലാം മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരും സഹായിച്ചവരുണ്ടോ, പ്രവർത്തിച്ചവരുണ്ടോ, അവരുടെ എല്ലാവരുടെ അമലുകളും സാധുക്കളായ ഞങ്ങളെ അമലുകളും എല്ലാം യജമാനായ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ഈ ആഖിർ സമാനിലുള്ള പാവപ്പെട്ട ഉമ്മത്തുകളാണ്. എൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ് എന്നതല്ലാതെ ഞങ്ങളുടെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല.
അവിടുത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും അവിടുന്ന് പഠിപ്പിച്ച ദീനിന് വേണ്ടി കഴിയുന്ന സേവനം ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങളെല്ലാവരുടെ അമലുകളും നീ കബൂൽ ചെയ്യണേ അല്ലാ. റബ്ബേ, അവിടുത്തെ മുഖം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അവിടുത്തെ കൊടിക്കീഴിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കും എല്ലാവർക്കും റബ്ബേ നിന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെ, ഐശ്വര്യത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ നീ ദീർഘായുസ് തരണേ അല്ലാ. കരോൽ മഹ്മൂദിൻ്റെ ഉപ്പയുടെ ആണ്ടിൻ്റെ സമയമാണെന്നറിയിച്ചു. അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പലരുമുണ്ട്. നാളെ ആണ്ട് നടക്കുന്ന കുറുവന്തേരി വാരികത്ത് ബിയ്യാത്ത് എന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഈ സ്ഥാപനത്തിന് തുടക്കം കുറിക്കാൻ എനിക്ക് വല്ലാതെ പ്രചോദനം നൽകിയ അധികാരി കുഞ്ഞമ്മദ് ആജി മുതൽക്ക് ഇവിടെ ഞങ്ങൾക്ക് തുടങ്ങിത്തന്ന മഹാനായ മർഹൂം കണാരണ്ടി ഉസ്താദ്, തൈക്കണ്ടി ഉസ്താദ് മുതൽക്കുള്ള അലിമീങ്ങളും ഉമറാക്കളും മോമിനീങ്ങളും വിദേശത്ത് പോയവരും പോകുന്നവരും ചെറുപ്പക്കാരും അല്ലാത്തവരും അപകടത്തിലും അല്ലാതെയും ഒക്കെ മരിച്ചുപോയ എത്രയോ സ്ത്രീ പുരുഷന്മാരുണ്ട്. ഈ മൈതാനിയിലും പരിസരങ്ങളിലെ മൈതാനികളിലും കിടക്കുന്നവരുണ്ട്. എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണേ അല്ലാ. കണ്ണോത്ത് കുഞ്ഞാമി ഹജ്ജുമക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ അതാ കരിയാട് കെടഞ്ഞിയിൽ കുഞ്ഞമ്മദ് ഹാജി, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പലരും അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആർക്കെന്ത് രോഗമുണ്ടോ, ആര് ഏത് വെന്റിലേറ്ററിലുണ്ടോ, ഐസിയുവിലുണ്ടോ, അല്ലാത്ത ആശുപത്രികളെ റൂമുകളിലുണ്ടോ, വീട്ടിലുണ്ടോ, ഞങ്ങളിൽ ആർക്കെന്ത് ചെറുത് വലുത് രോഗങ്ങളുണ്ടോ, ഷാഫിയായ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. എവിടെ ഗർഭിണികളുണ്ടോ സുഖപ്രസവത്തിൽ, അവർക്ക് നീ ഹൈറായ മക്കളെ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, വിവാഹം നിശ്ചയിക്കാൻ അതേ തീരുമാനിച്ച് മിഠായി കൊടുത്തതിന് ശേഷം ഒഴിഞ്ഞുപോയി എന്ന് ഇന്ന് സങ്കടം പറഞ്ഞ സ്ത്രീയുണ്ട്. അതുപോലെ ആര് വിവാഹം ഉദ്ദേശിക്കുന്ന ആണ് പെണ്ണ് എവിടെയുണ്ടോ അവർക്ക് ഹൈറായ ഇണകളെ നൽകണം റഹ്മാനേ. അള്ളാഹുവേ, ആര് വിദേശത്തോ നാട്ടിലോ എന്ത് ബിസിനസ് നടത്തുന്നുണ്ടോ എല്ലാ ബിസിനസ്സുകളിലും നീ ഹൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. ഈ പരിപാടിക്ക് വരണമെന്ന് വലിയ ആഗ്രഹമുണ്ടെങ്കിലും വരാൻ പറ്റാതെയായി പോയി എന്നറിയിച്ച എൻ്റെ സ്നേഹിതൻ മട്ടാമിൽ മുസാജി അടക്കം വിദേശത്തുള്ള എത്രയോ പ്രവർത്തകന്മാരുണ്ട്. കുഞ്ഞമ്മദാജി അടക്കം പലപ്പോഴും ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവർ മരിച്ചുപോയവരുണ്ട്. റബ്ബേ, എല്ലാവർക്കും ദുന്യാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാനെ. മരിച്ചുപോയവരുടെ എല്ലാം കുടുംബങ്ങളിലും സന്താന പരമ്പരകളിലും ഞങ്ങളുടെ സന്താന പരമ്പരകളിലും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. കരുവൻ്റെ ഇവിടെ സുബിയുടെ ആണ്ടിൻ്റെ സമയമാണെന്നറിയിച്ചു. റബ്ബേ, അതുപോലെ ആരുടെ ആണ്ടിൻ്റെ സമയമാണോ 40ൻ്റെ സമയമാണോ ഏത് സമയമാണെങ്കിലും മരിച്ചുപോയ എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരു വാക്കുകൊണ്ടോ എന്തെങ്കിലും ഒരു ചിന്ത കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊണ്ടോ ഏത് കാര്യം കൊണ്ടോ ഒന്നുമില്ലെങ്കിൽ ദുആ ചെയ്തിട്ട് സഹായിച്ചവരാണെങ്കിലും ആര് സഹായിച്ചവരുണ്ടോ സഹായിക്കുന്നവരുണ്ടോ അവരെല്ലാം ദുന്യാവിലും ആഖിറത്തിലും നീ സഹായിക്കണം റഹ്മാനെ. ഏത് പ്രശ്നങ്ങളും അവർക്കും ഞങ്ങൾക്കും പരിഹരിച്ചു തരണം റഹ്മാനെ. ഏത് നഷ്ടങ്ങളും നീ പരിഹരിക്കണം റഹ്മാനെ. തൊഴിലില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണം റഹ്മാനെ. അല്ലാ, കച്ചവടങ്ങളിൽ പ്രശ്നങ്ങളുള്ളവർക്കത് പരിഹരിക്കണം റഹ്മാനെ. അല്ലാ, നിനക്കറിയാം ഒരു കുടുംബത്തിൽ ബാപ്പയും മകനും തമ്മിലും ഭാര്യയും ഭർത്താവും തമ്മിലുമൊക്കെ തെറ്റിയിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കുറേ സംസാരിച്ചു. ഇനിയും സംസാരിക്കാൻ വേണ്ടി മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ഏതൊരു മനുഷ്യൻ്റെയും മനസ്സുകൾക്കിടയിൽ ഇണക്കുന്ന റബ്ബ് നീയാണല്ലോ അല്ലാ. വലാകിന്നല്ലാഹ അല്ലഫ ബൈന ഖുലൂബിഹിം, ജനങ്ങളുടെ മനസ്സിണക്കുന്നവൻ റബ്ബാകുന്ന നീയാണെന്ന് നീങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്.
റബ്ബേ, അകന്നു നിൽക്കുന്ന ഏത് നാട്ടുകാരുണ്ടോ, വീട്ടുകാരുണ്ടോ, കുടുംബങ്ങളുണ്ടോ, അല്ലാ ഏത് ബന്ധങ്ങളുള്ള അയൽവാസികളുണ്ടോ, ആര് പരസ്പരം അകന്നു നിൽക്കുന്നവരുണ്ടോ, എല്ലാവരുടെ ഖൽബും വിശാലമാക്കണേ അല്ലാ. എല്ലാവർക്കിടയിലും ഇണക്കവും ഐക്യവും നൽകണേ അല്ലാ. എല്ലാവർക്കും നീ ഖൈറിൻ്റെ വാതിലുകൾ തുറക്കണേ അല്ലാ. കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ. കടത്തോടെ മരിപ്പിക്കരുതേ അല്ലാ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം, ഒരു നാരിയത്ത് സ്വലാത്ത് ചൊല്ലണം. 5 പൈസയും ആരോടും പിരിവ് കിട്ടിയിട്ടില്ല. ആരെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷയും ആഗ്രഹമുണ്ടെങ്കിലും ഇന്ന് വരെ 5 പൈസയും കിട്ടാതെ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ. അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കി പണം കടം വാങ്ങി ചെയ്യുകയാണ്. റബ്ബേ, അതിന് നീ വഴി തുറന്നു തരണേ അല്ലാ. എല്ലാവരും നാരിയത്ത് സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അള്ളാഹുവേ, ഞങ്ങളുടെ വലത് ഭാഗത്തുള്ള ബിൽഡിങ് അതൊന്നും മോട്ടിവേഷൻ ചെയ്ത് വളരെ നന്നാക്കി മോടി കൂട്ടിയിട്ട് ആ മോഡിഫൈ ചെയ്ത ബിൽഡിങ് സംഭാവന പറഞ്ഞവരിൽ നിന്ന് ആകെ ഒരു ചെറിയ അഡ്വാൻസിൻ്റെ സംഖ്യയെ കിട്ടിയിട്ടുള്ളൂ. അപ്പുറത്തുള്ളതിന് 5 പൈസയും കിട്ടിയിട്ടില്ല. നിൻ്റെ ഖജനാവിലുണ്ടെന്ന നിലക്ക് അത്യാവശ്യവും അനിവാര്യവുമായപ്പോൾ ഞങ്ങളെ മുന്നിലേക്ക് ഖുർആൻ പഠിക്കാനുള്ള ചെറിയ പിഞ്ചുമക്കൾ വന്നപ്പോൾ, ഇൽമു പഠിക്കാനും വിദ്യാഭ്യാസം നേടാനും ചെറിയ പിഞ്ചുമക്കൾ വരുമ്പോൾ അവരെ തിരിച്ചയച്ചുകൂടാ എന്ന നിലക്ക് നിൻ്റെ മേൽ തവക്കുലാക്കിയെടുത്ത പണിയാണ്. അത് നീ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണം അല്ലാ. അതിന് വഴികൾ നീ തുറന്നു തരണം അല്ലാ. അതിന് വഴികൾ നീ തുറന്നു തരണം അല്ലാ. അതുപോലെ ഞങ്ങളെ സ്ഥാപനങ്ങൾക്കും സംരംഭങ്ങൾക്കും ഏത് കാര്യങ്ങൾ നിൻ്റെ ഖജനാവിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ, നീ അത് ഞങ്ങൾക്ക് എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങളുടെ സർവ്വരംഗങ്ങളിലും നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ സർവ്വ മക്കളെയും മക്കളെ പരമ്പരകളെയും ശിഷ്യന്മാരെയും ശിഷ്യ പരമ്പരകളെയും നീ നല്ലവരാക്കണേ അല്ലാ. ഞങ്ങളെയും നീ നല്ലവരാക്കണേ അല്ലാ. ഞങ്ങളാരും മഅസൂബീങ്ങളായ നബിമാരല്ല. ജീവിതത്തിൽ ഒരുപാട് അപാകതകളും തെറ്റുകളുമൊക്കെ വന്നു പോകാൻ സാധ്യതയുള്ള പാവപ്പെട്ട അടിമകളാണ് ഞങ്ങളെല്ലാം. നിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്ന പാവപ്പെട്ട ഉമ്മത്തുകളാണ്. ആ സ്നേഹം കാരണത്താൽ നിന്റെ ഹബീബിനെ പ്രിയം വെച്ചതിനാൽ ഞങ്ങളെ തെറ്റുകുറ്റങ്ങളൊക്കെ മാപ്പാക്കി തരണേ അല്ലാ. ഖൈറായ പ്രവർത്തനത്തിന് തൗഫീഖ് ഏറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്ന പലരുമുണ്ട്. സഹായങ്ങൾ പറഞ്ഞവരുണ്ട്, പറയുന്നവരുണ്ട്. എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. അവരെ ഖൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ അല്ലാ. ഈ പരിപാടി സംഘടിപ്പിക്കാൻ അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, സഹായിച്ചവർ, സഹായിക്കുന്നവർ, ഭക്ഷണത്തിനും അല്ലാത്തതിനും വേണ്ടി സഹായം നൽകിയവർ, ഇവിടെ നബിതങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് റാലി നടത്തിയവർ, അതിൽ സഹകരിച്ചവർ, അള്ളാഹുവിൽ സന്തോഷിച്ചവർ, അങ്ങനെ തുടങ്ങി ഏത് നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഹബീബിൻ്റെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടാൻ നിമിത്തമാകുന്ന അമലാക്കി തരണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമത്തുൽ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം
وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الحمد لله. ഇന്നലെ 10,000 ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു എന്നറിഞ്ഞു. അള്ളാഹു അതിനെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും നമുക്കും സംഘാടകർക്കും സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം നൽകുമാറാകട്ടെ. നമ്മളുടെ വിട്ടുപിരിഞ്ഞുവരെയും നമ്മെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.